നമ്മളിന്ന് മർക്കോസിന്റെ സുവിശേഷം മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്കറിയാം, സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറുതാണ് മർക്കോസിന്റെ സുവിശേഷം. എന്നാൽ ആദിമസഭയിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ടതായി കരുതപ്പെട്ടിരുന്ന സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പുതിയ നിയമത്തിന്റെ കാനോനിൽ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നൊരു ക്രമം വന്നിരിക്കുന്നത്. അപ്പം ആദിമസഭയിൽ ലഭിച്ചിരിക്കുന്ന സുവിശേഷങ്ങളെ കുറിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുരാതനമായ അറിവ് നമുക്ക് വരുന്നത് ഇന്നത്തെ തുർക്കിയിലുള്ള ഹിയറാപോളിസ് എന്ന സ്ഥലത്തെ മെത്രാനായിരുന്ന പപ്പിയാസ് എന്ന് പറയുന്ന ആദിമസഭയിലെ ഒരു മെത്രാൻ, എഴുത്തുകാരൻ. അദ്ദേഹമാണ് സുവിശേഷങ്ങളെ കുറിച്ച് ഏറ്റവും ആദ്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ AD 130, 150 ആ ഒരു കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് സുവിശേഷങ്ങളെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്. അപ്പൊ അദ്ദേഹം തരുന്ന വിവരം അനുസരിച്ച് ആദ്യം എഴുതപ്പെട്ടത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. അത് പാലസ്തീനയിലെ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി മത്തായി എഴുതി. പിന്നീട് എഴുതപ്പെട്ട സുവിശേഷമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പിന്നീട് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ് ആദ്യം എഴുതപ്പെട്ടത്. അതിനുശേഷം മത്തായിയുടെ സുവിശേഷം സംഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ മർക്കോസ് തന്റെ സുവിശേഷം എഴുതിയെന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്. ഈ അഗസ്റ്റിൻ പറഞ്ഞ കാര്യം ഏതാണ്ട് 19-ാം നൂറ്റാണ്ട് വരെ തർക്കമൊന്നുമില്ലാതെ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ബൈബിൾ ശാസ്ത്രീയമായിട്ട് പഠിക്കാനായിട്ട് ആരംഭിച്ചു. അതായത് പുരാതനമായിട്ടുള്ള സാഹിത്യ രൂപങ്ങളെ പഠിക്കാൻ ഉപയോഗിക്കുന്ന സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബൈബിളും പഠിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡ് എന്നറിയപ്പെടുന്ന ഒരു ബൈബിൾ പഠന രീതി അങ്ങനെ അംഗീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ബൈബിൾ പഠനങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത് പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗങ്ങളിൽപ്പെട്ട ബൈബിൾ പഠിതാക്കളായിരുന്നു. പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ 1920-കൾക്ക് ശേഷം കത്തോലിക്ക സഭയും ബൈബിളിനെ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന കാര്യത്തിൽ പ്രോത്സാഹനങ്ങൾ നൽകുകയും അങ്ങനെയൊക്കെ ചെയ്തു. പിന്നീട് 2-ാം വത്തിക്കാൻ സുനോദോസിന് ശേഷം ബൈബിൾ വ്യത്യസ്തമായിട്ടുള്ള സാഹിത്യ രൂപങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന സങ്കേതങ്ങൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്നത് ബൈബിളിന്റെ പശ്ചാത്തലവും അതുപോലെ അർത്ഥവും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സഹായകമാകും എന്ന് കത്തോലിക്ക സഭയും പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ 18-ാം നൂറ്റാണ്ടിൽ മർക്കോസിന്റെ സുവിശേഷത്തെ ഗൗരവമായിട്ട് പഠിക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷവും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷവും മർക്കോസിന്റെ സുവിശേഷം ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതിന് കാരണം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതേ ക്രമമനുസരിച്ചാണ് വിശുദ്ധ മത്തായിയും ലൂക്കായും പിന്തുടരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ സെന്റൻസുകളുടെ അല്ലെങ്കിൽ വാക്യങ്ങളുടെ ഘടന, അതുപോലെ വാക്കുകള്, മർക്കോസിന്റെ രീതികള്, അത് മത്തായിയും ലൂക്കായും അതുപോലെ ഉപയോഗിക്കുന്നതായിട്ടും പല ഘട്ടങ്ങളിലും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതായത് മർക്കോസിന്റെ സുവിശേഷം വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കായും ഉപയോഗിച്ചുകൊണ്ടാണ് തങ്ങളുടെ സുവിശേഷങ്ങൾ എഴുതിയതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഏതാണ്ട് 90% വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 50% കൂടുതൽ മർക്കോസിന്റെ സുവിശേഷം നമുക്ക് കാണാം. അതുപോലെ ലൂക്കായുടെ സുവിശേഷവും നല്ലൊരു ശതമാനം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഉപയോഗിച്ചുകൊണ്ടാണ് ലൂക്ക രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുപോലെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈശോയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സുവിശേഷത്തിൽ ഒരു പ്രത്യേകമായിട്ടൊരു ഘടനയുണ്ട്. അത് സ്നാപക യോഹന്നാന്റെ പ്രവർത്തനത്തിൽ ആരംഭിച്ച് ഈശോയുടെ മാമോദീസയിൽ തുടർന്ന് ശിഷ്യന്മാരെ വിളിക്കുന്നു, ഈശോയുടെ പലവിധമായിട്ടുള്ള അത്ഭുതങ്ങള്, പിന്നെ ഗലീലയിലെ ഈശോയുടെ പ്രവർത്തനങ്ങൾ, അതിനുശേഷം ഈശോ ജെറുസലേമിലേക്ക് പീഡാസഹന മരണ ഉദ്ധാനങ്ങൾക്കായിട്ട് യാത്ര ചെയ്യുന്നു, ജെറുസലേമിൽ എത്തുന്നു, അവിടെ ഈശോ മരിക്കുന്നു, സംസ്കരിക്കപ്പെടുന്നു, ഉദ്ധാനം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അതിന്റെ ഉള്ളടക്കത്തിന്റെ ഘടന എന്ന് പറയുന്നത്. ഇത് അതുപോലെ തന്നെ വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കായും സ്വീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, വിശുദ്ധ മർക്കോസിന്റെ ഘടന
വിശുദ്ധ മത്തായിലും ലൂക്കായിലും ചില സ്ഥലങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്. എന്നാൽ മത്തായി മർക്കോസിൽ നിന്ന് വ്യതിചലിക്കുന്ന ഇടങ്ങളിൽ ലൂക്ക മർക്കോസുമായിട്ട് യോജിച്ചു പോകുന്നുണ്ട്. അതുപോലെ ലൂക്ക മർക്കോസിൽ നിന്ന് വ്യതിചലിക്കുന്ന ഇടങ്ങളിൽ മത്തായി മർക്കോസിനോട് ചേർന്ന് പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രണ്ട് സുവിശേഷങ്ങളും അടിസ്ഥാനപരമായിട്ട് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തെ ആശ്രയിച്ചാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബൈബിൾ പഠിതാക്കളുടെ ഇടയിൽ മാർക്കൻ പ്രയോറിറ്റി അല്ലെങ്കിൽ മർക്കോസിന്റെ പ്രാഥമികത്വം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ബൈബിൾ പഠനത്തിനിടയിൽ ഉപയോഗിക്കാനായിട്ട് ഇടയായി. ഇത് ഇന്ന് ലോകത്തിലെ ഏതാണ്ട് 90% സുവിശേഷ പഠിതാക്കളും അംഗീകരിച്ചിരിക്കുന്ന ഒരു തിയറിയാണ് മാർക്കൻ പ്രയോറിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ പൗരാണികത മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷത്തെ വെച്ച് നോക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷമാണ് ഏറ്റവും ആദ്യം രചിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് മാർക്കൻ പ്രയോറിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ മാർക്കൻ പ്രൈമസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബൈബിൾ പഠിതാക്കൾക്കിടയിൽ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം രൂപപ്പെട്ടിരിക്കുന്നത്. ഇനി ഏത് സുവിശേഷമാണ് ആദ്യം രൂപപ്പെട്ടിരിക്കുന്നത് എന്നത് ഈ സുവിശേഷങ്ങളുടെ എല്ലാം എഴുതപ്പെട്ടിരിക്കുന്ന കാലഘട്ടങ്ങളെ നിർണ്ണയിക്കുന്നതിന് ഒരു പരിധിവരെ സഹായകമാണ്. അപ്പോൾ നമ്മുടെ ആദിമസഭയിൽ കരുതപ്പെട്ടിരുന്നത് പോലെ മർക്കോസിന്റെ സുവിശേഷം മത്തായിയുടെ സുവിശേഷത്തിന് ശേഷമാണ് എഴുതപ്പെട്ടിരുന്നതെങ്കിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലുള്ള പല കാര്യങ്ങളും എന്തുകൊണ്ടാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇല്ലാത്തത്? പ്രത്യേകിച്ച് വിശുദ്ധ മത്തായി സുവിശേഷം ആരംഭിക്കുന്നത് ഈശോയുടെ വംശാവലിയും അതുപോലെ ഈശോയുടെ ജനനത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇത് രണ്ടും വരുന്നില്ല. സുവിശേഷകൻ ആരംഭിക്കുന്നത് സ്നാപക യോഹന്നാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ മത്തായിക്ക് ശേഷമാണ് മർക്കോസ് എഴുതപ്പെടുന്നതെങ്കിൽ എന്തുകൊണ്ട് മർക്കോസ് മത്തായിയുടെ സുവിശേഷത്തിലെ പല ഭാഗങ്ങളും ഉപേക്ഷിച്ചു? അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തില് വ്യത്യസ്തമായിട്ടുള്ള 5 ഭാഗങ്ങളിൽ വളരെ നീണ്ട ഈശോയുടെ പ്രസംഗങ്ങൾ കാണാനായിട്ട് സാധിക്കും. സെർമൺസ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് മത്തായി 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലുള്ള മലയിലെ പ്രസംഗം. അപ്പൊ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രസംഗമാണ്. ക്രൈസ്തവ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ഉള്ളടക്കമാണ് ആ പ്രസംഗത്തിലുള്ളത്. അപ്പോൾ മർക്കോസ് മത്തായിയുടെ സുവിശേഷം വായിച്ചതിന് ശേഷമാണ് തന്റെ സുവിശേഷം എഴുതിയതെങ്കിൽ എന്തുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മർക്കോസ് ഉപേക്ഷിച്ചു? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ് ആദ്യം എഴുതിയതെന്ന് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് വിവരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതായത് മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം രചിക്കപ്പെട്ടത് എന്ന ആ ഒരു തിയറിയാണ് നമുക്ക് തെളിയിക്കാനായിട്ടും കൂടുതൽ എളുപ്പമായിട്ടുള്ളത്. അത് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മർക്കോസിന്റെ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രീക്ക് ഭാഷയുണ്ട്. സുവിശേഷങ്ങളെല്ലാം അത് ആദ്യമായിട്ട് ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. അതിനുള്ള അപവാദമായിട്ടുള്ളത് മത്തായിയുടെ സുവിശേഷം അരമായ ഭാഷയിലാണ് ആദ്യം എഴുതപ്പെട്ടത് എന്ന് പപ്പിയാസ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹിയറാപ്പൊളീസിലെ മെത്രാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെയും ഒരു അരമായ പരിഭാഷയിലുള്ള അല്ലെങ്കിൽ അരമായ ഭാഷയിലുള്ള മത്തായിയുടെ സുവിശേഷം നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സുവിശേഷങ്ങളെല്ലാം ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത് എന്ന് ആണ് ഇന്ന് കരുതപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഗ്രീക്ക് ഭാഷ ഉപയോഗിക്കാനുള്ള കാരണം? അതിന് കാരണം സുവിശേഷം രൂപപ്പെട്ട പാലസ്തീനായും ഈശോ ജീവിച്ചിരുന്ന പാലസ്തീനായും അതുപോലെ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളും അതുപോലെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളും റോമൻ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളായിരുന്നു. അത് മാത്രമല്ല, റോമക്കാര് ഗ്രീക്കുകാരുടെ ഭരണത്തിന് ശേഷമാണ് റോമൻ ഭരണം നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീക്ക് ഭാഷയും സംസ്കാരവും റോമക്കാര് പിടിച്ചെടുത്തിയ പ്രദേശങ്ങളിലെല്ലാം വളരെയധികം വ്യാപിച്ചിരുന്നു. അപ്പൊ അവിടുത്തെ ആളുകളുടെ ഒരു സംസാര ഭാഷ തന്നെ ഗ്രീക്ക് ഭാഷയായിരുന്നു. അതിന് കാരണം ഗ്രീക്ക് സാമ്രാജ്യം ആരംഭിക്കുന്നത് 4-ാം നൂറ്റാണ്ട് BC-യിലാണ്. അവര് ഏകദേശം 3 നൂറ്റാണ്ടോളം ഈ സാമ്രാജ്യം നിലനിന്നു. പിന്നീട് റോമൻ ഭരണം പാലസ്തീനയിലൊക്കെ എത്തുന്നത് BC 67 ചേർന്നാണ്. അതായത് ഏതാണ്ട് 350 വർഷത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഏതാണ്ട് 300ഓളം വർഷം പാലസ്തീനായും അതിന്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ
റോമാക്കാര് പാലസ്തീനയിലൊക്കെ വന്നപ്പോൾ അല്ലെങ്കിൽ അവര് ഗ്രീക്ക് ഭാഷ അവർക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ലത്തീൻ ഭാഷയിലേക്ക്, റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഭാഷ ലത്തീൻ ഭാഷയായിരുന്നു. ആ ഭാഷയിലേക്ക് അവർക്ക് ഉള്ള മാറ്റത്തിനുള്ള ഒരു സമയം കിട്ടിയിരുന്നില്ല. പിന്നെ സുവിശേഷങ്ങൾ എഴുതപ്പെടുകയും സുവിശേഷ പ്രചാരണം നടക്കുകയും ചെയ്ത 1-ാം നൂറ്റാണ്ട്, അതും ഗ്രീക്ക് ഭാഷ ജനങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിന്റെ ഭാഷ സാധാരണ ആളുകൾക്ക് മനസ്സിലായിരുന്ന, അവർ സംസാരിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഗ്രീക്ക് ഭാഷ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മർക്കോസിന്റെ സുവിശേഷവും ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. എന്നാൽ ഇത് എഴുതപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള തിയറികളാണുള്ളത്. ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു തീയതി അവകാശപ്പെടുന്നവർ പറയുന്നത് AD 50കളിൽ സുവിശേഷം എഴുതപ്പെട്ടു എന്നാണ്. ഇനി ഇതിന് കുറച്ച് ലേറ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ പറയുന്നവര്, അവകാശപ്പെടുന്നവര് പറയുന്നത് AD 65കൾക്ക് ശേഷം അല്ലെങ്കിൽ AD 70കളുടെ തുടക്കത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇന്ന് ബൈബിൾ പഠിതാക്കൾക്കിടയിൽ കൂടുതലായിട്ട് അംഗീകരിക്കപ്പെടുന്ന ഒരു സമയം എന്ന് പറയുന്നത് AD 64നും 68നും ഇടയിൽ ഈ സുവിശേഷം എഴുതപ്പെട്ടു എന്നുള്ളതാണ്. അതായത് AD 70ലാണ് ജെറുസലേം ദേവാലയം തകർക്കപ്പെടുന്നത്. AD 64ലാണ് ഈ ജെറുസലേം ദേവാലയം പിടിച്ചെടുക്കാനും അതുപോലെ തങ്ങൾക്കെതിരെ കലാപം നടത്തുന്ന യഹൂദരെയൊക്കെ അടിച്ചമർത്താനുമായിട്ട് ടൈറ്റസ് എന്ന പേരുള്ള പടനായകന്റെ നേതൃത്വത്തിൽ സീസർ ചക്രവർത്തി പാലസ്തീനയിലേക്ക് ഒരു പട്ടാള സംഘത്തെ അയക്കുന്നത്. അപ്പൊ അവര് വന്ന് ജെറുസലേമിന് ഉപരോധം ഏർപ്പെടുത്തി. AD 66 ആ ഉപരോധം അതിന്റെ ക്ലൈമാക്സിലെത്തി. 4 വർഷത്തോളം യഹൂദര് ഈ ഉപരോധം പിടിച്ചു നിന്നു. എന്നാൽ AD 70 ആയപ്പോഴേക്കും അവര് പൂർണ്ണമായിട്ടും യഹൂദരെ പരാജയപ്പെടുത്തി ജെറുസലേം പട്ടണം നശിപ്പിച്ചു. ദേവാലയം അവര് തകർത്ത് കളഞ്ഞത് അഗ്നിക്കിരയാക്കി മാറ്റി. അപ്പൊ അങ്ങനെ ഈ ഒരു വളരെ പ്രശ്നം പിടിച്ച റോമൻ സാമ്രാജ്യവുമായിട്ട് യഹൂദരും പിന്നെ അവരോടൊത്ത് താമസിച്ചിരുന്ന ക്രൈസ്തവരും ഒരു സംഘർഷത്തിലായിരുന്ന ഒരു സമയം. അതുമാത്രമല്ല, പൗലോസ്ലീഹായുടെ പ്രവർത്തനത്തിന്റെ ഫലമായി അതുപോലെ മറ്റ് അപ്പോസ്തലന്മാര് പാലസ്തീനയ്ക്ക് പുറത്തേക്ക് യാത്ര ചെയ്ത് സുവിശേഷം പ്രഘോഷിച്ചതിന്റെ ഫലമായി പാലസ്തീനയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ റോം വരെയുള്ള സ്ഥലങ്ങളിൽ ക്രൈസ്തവ മതം എത്തിച്ചേരുകയുണ്ടായി. അപ്പൊ റോമില് ആ സമയത്ത് ഭരിച്ചിരുന്ന AD 54 മുതൽ 68 വരെ ഭരിച്ചിരുന്ന സീസർ ചക്രവർത്തിയുടെ പേര് നീറോ എന്ന ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം ക്രൈസ്തവരെ വളരെയധികം പീഡിപ്പിക്കാനായിട്ട് തുടങ്ങി. ക്രൈസ്തവരെ അവരുടെ തെരുവോരങ്ങളില് വലിയ കുറ്റിയിൽ കെട്ടിയിട്ട് അവരുടെ ദേഹത്ത് തുണി ചുറ്റി എണ്ണയൊഴിച്ച് രാത്രികാലങ്ങളിൽ പന്തം പോലെ കത്തിച്ചു നിർത്തുന്ന വളരെ കിരാതമായിട്ടുള്ള ക്രൂരതയേറിയ മതപീഡനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. അപ്പോഴിങ്ങനെ മതപീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ക്രൈസ്തവ സമൂഹത്തെ ശക്തിപ്പെടുത്താനും ഈശോയിലേക്കുള്ള വിശ്വാസത്തിൽ അവരെ ആഴപ്പെടുത്താനൊക്കെ ആയിട്ട് ഈ സുവിശേഷം രചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ മർക്കോസിന്റെ സുവിശേഷം നോക്കുമ്പോൾ അതില് പീഡാസഹനങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് ഈശോയുടെ പീഡാസഹനങ്ങളെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി ഈ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സുവിശേഷത്തിന്റെ ഘടനയിലും ഈ ഈശോയുടെ പീഡാസഹനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഘടനയെക്കുറിച്ച് ഞാൻ തുടർന്ന് പറഞ്ഞുകൊള്ളാം, ഇതിനെക്കുറിച്ച് പ്രിലിമിനറി ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം. അപ്പൊ ഇത് എഴുതപ്പെട്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് AD 64നും 68 അല്ലെങ്കിൽ 70നും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടമായിരിക്കാം. ഇനി അതിനുശേഷമാണ് വിശുദ്ധ മത്തായിയുടെയും അതുപോലെ ലൂക്കായുടെയും ഒടുവിൽ വിശുദ്ധ യോഹന്നാന്റെയും സുവിശേഷം രചിക്കപ്പെട്ടു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കപ്പെടുന്നത്. ഇനി ആരാണ് ഈ സുവിശേഷം എഴുതിയത് എന്നതിനെ കുറിച്ച് സുവിശേഷത്തിൽ പ്രത്യേകിച്ച് സൂചന ഒന്നും തന്നെയില്ല. സുവിശേഷം ആരാണ് എഴുതിയതെന്ന് പറയുന്നില്ലെങ്കിലും ആദിമസഭയിൽ ആരാണ് ഈ സുവിശേഷം എഴുതിയത് എന്നതിനെ കുറിച്ച് ഒരു പരക്കെ അംഗീകരിക്കപ്പെട്ടിരുന്ന കാര്യം മർക്കോസ് ആണ് ഇത് എഴുതിയത് എന്നായിരുന്നു. അപ്പൊ ആരായിരുന്നു മർക്കോസ് എന്ന് പറയുന്നത്? നടപടി പുസ്തകം 12-ാം അധ്യായം 12-ാമത്തെ വാക്യത്തില് അവിടെ ഒരു മേരിയുടെ മകനായ ഒരു മർക്കോസിനെ കുറിച്ചുള്ള സൂചനകൾ ഉണ്ട്. അപ്പൊ അവിടെയായിരുന്നു അപ്പോസ്തലന്മാര് സമ്മേളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു വീട്. ഇനി പാലസ്തീനയിലെ ഒരു പാരമ്പര്യം അനുസരിച്ച് ഈശോ വിരുന്ന് തയ്യാറാക്കിയ
അല്ലെങ്കിൽ അന്ത്യത്താഴം അർപ്പിച്ച മാളികമുറി അത് ഈ മർക്കോസിന്റെ ഭവനമായിരുന്നു എന്ന് ഒരു പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പം മേരിയുടെ മകനായിട്ടുള്ള മർക്കോസ് അല്ലെങ്കിൽ ജോൺ മാർക്ക്, യോഹന്നാൻ മർക്കോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് നടപടി പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. 12-ാം അധ്യായം 25-ാമത്തെ വാക്യത്തില് പൗലോസിനെയും ബാർണബാസിനെയും അവരുടെ പ്രേക്ഷിത യാത്രയെ അനുഗമിക്കുന്ന ഒരു മർക്കോസിനെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് അവരുടെ യാത്രയുടെ ഒരു പ്രത്യേക ഘട്ടം, അതായത് അവര് പേർഗ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ മർക്കോസ് എന്ന പ്രത്യേക കാരണത്താല് ജെറുസലേമിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് സൂചന ലഭിക്കുന്നുണ്ട്. നടപടി പുസ്തകം 13-ാം അധ്യായം 13-ാമത്തെ വാക്യത്തില്. അപ്പം മർക്കോസ് അവരിൽ പൗലോസിന്റെയും ബാർണബാസിന്റെയും കൂടെ നിന്ന് തിരിച്ചു വന്നതുകൊണ്ട് പൗലോസിന് മർക്കോസിനോട് ഒരു അനിഷ്ടം രൂപപ്പെടുകയും പിന്നീട് രണ്ടാമത്തെ മിഷണറി യാത്രയുടെ സമയത്ത് ബാർണബാസ് പൗലോസിനോട് പറയുകയാണ് മർക്കോസിനെയും കൂടെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ പൗലോസ് അത് സമ്മതിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ബാർണബാസ് പൗലോസിൽ നിന്ന് വേർപെട്ട് മർക്കോസിന്റെ കൂടെ പിന്നെ പരിശുദ്ധ പ്രവർത്തനം തുടരുന്നതായിട്ട് നമുക്ക് സൂചനകൾ നമുക്ക് ലഭിക്കുന്നു, നടപടി പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് മർക്കോസിനെ കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ കൊളോസർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യത്തില് ബാർണബാസിന്റെ ഒരു കസിൻ സഹോദരനായിരുന്നു മർക്കോസ് എന്ന് പറയുന്ന ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് ഫിലമോൻ എഴുതിയ ലേഖനം 24-ാം വാക്യത്തില് മർക്കോസിന്റെ ആശംസകൾ പൗലോസ് പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇത് പൗലോസ് റോമിൽ കാരാഗൃഹത്തിലായിരുന്ന ഒരു സമയത്ത് എഴുതപ്പെട്ട ലേഖനമായിട്ടാണ് കരുതുന്നത്. കാരാഗൃഹത്തിലായിരുന്ന സമയത്ത് അപ്പോൾ ഒരുപക്ഷെ ഈ ജോൺ മർക്കോസ് എന്ന് പറയുന്ന വ്യക്തി പൗലോസിലൂടെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പം തൻ്റെ പ്രേക്ഷിത യാത്രയുടെ ആദ്യഘട്ടത്തിൽ പൗലോസിനുണ്ടായിരുന്ന ഒരു മർക്കോസിനോടൊരു നീരസം, അത് അന്നേരത്തേക്കും അത് പൗലോസ് ഓവർകം ചെയ്തിരിക്കാം, അതിനെ തരണം ചെയ്തിരിക്കാം എന്നുള്ള ഒരു ചിന്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിലും മർക്കോസിനെ കുറിച്ചുള്ള സൂചന അദ്ദേഹം തരുന്നുണ്ട്. അതായത് തിമോത്തിയോട് പൗലോസ് പറയുകയാണ് മർക്കോസിനെ റോമിലേക്ക് അയക്കണം. അവിടെ പൗലോസിന്റെ ജയിലിലായിരിക്കുന്ന സമയത്ത് മർക്കോസിന്റെ സാന്നിധ്യവും സഹായവും ഒക്കെ പൗലോസിനെ സഹായിച്ചേക്കാം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹമാണ് അവിടെ പൗലോസ് പ്രകടിപ്പിക്കുന്നത്. അതുപോലെ പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യത്തില് ഈ ലേഖനം പത്രോസ് എഴുതുമ്പോൾ മർക്കോസ് പത്രോസിന്റെ കൂടെ ഉണ്ടെന്നും പത്രോസ് അദ്ദേഹത്തെ തന്റെ ആത്മീയ പുത്രനായിട്ട് സ്പിരിച്വൽ സണ്ണായിട്ട് കരുതുന്നതായിട്ടുള്ള സൂചന ഈ ലേഖന ഭാഗത്ത് 1 പത്രോസ് 5:13 നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് മർക്കോസ് എന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന കാര്യം അല്ലെങ്കിൽ വിവരങ്ങള്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം എഴുതിയതെങ്കിൽ അതുപോലെ ആദിമ സഭാപിതാക്കന്മാരെല്ലാവരും തന്നെ, അതായത് സഭാ ചരിത്രകാരന്മാരും സഭാപിതാക്കന്മാരൊക്കെ ഈ മർക്കോസ് തന്നെയാണ് മർക്കോസിന്റെ സുവിശേഷം രചിച്ചത് എന്നുള്ള ഒരു കാര്യമാണ് അവരുടെ ലിഖിതങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ മർക്കോസ് പത്രോസിന്റെ ശിഷ്യനായിരുന്നുവെന്നും പത്രോസിൽ നിന്ന് അദ്ദേഹത്തിന് ഷെയർ ചെയ്തപ്പെട്ട, അതായത് പത്രോസ് പങ്കുവെച്ചു കൊടുത്ത ഒരു ക്രിസ്തു അനുഭവമാണ് മർക്കോസ് തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയതെന്നുമാണ് പൊതുവായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ പപ്പിയാസ് എന്ന് പറയുന്ന ആദിമസഭയിലെ എഴുത്തുകാരൻ, മെത്രാൻ, ഹിയറാപോളിസിലെ മെത്രാൻ, അദ്ദേഹം രേഖപ്പെടുത്തുന്നത് മർക്കോസ് സഭയിലെ ശ്രേഷ്ഠൻ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് കുറിച്ചെടുത്ത സുവിശേഷം രേഖപ്പെടുത്തിയെന്നാണ്. അതായത് ഈ പപ്പിയാസ് പറയുന്ന സഭാശ്രേഷ്ഠൻ അത് യോഹന്നാനാണ്, അതായത് അപ്പസ്തോലനായ യോഹന്നാനാണ് എന്നുള്ള ഒരു ചിന്ത കൂടി ഉണ്ട്. അതായത് മർക്കോസിന് യോഹന്നാനിൽ നിന്നും ഈശോയെ കുറിച്ചുള്ള ക്രിസ്തു രഹസ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു ചിന്ത പപ്പിയാസിന്റെ എഴുത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ എന്തു തന്നെയാകട്ടെ, മർക്കോസിന് അപ്പസ്തോലന്മാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈശോയുടെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളല്ലെങ്കിൽ പോലും ഈശോയുടെ ഒരു ശിഷ്യനായിരുന്നു മർക്കോസ് എന്ന് പറയുന്ന ഒരു സാക്ഷ്യം അല്ലെങ്കിൽ ഒരു വിശ്വാസം ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ മർക്കോസിനെ കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പല സാധ്യതകളും ഉണ്ട്. ഇനി എങ്ങനെ തന്നെയാണേലും ആര് തന്നെയാണേലും ഈ സുവിശേഷം എഴുതിയ മർക്കോസിന് ചില പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തേത്, മർക്കോസ്
ഈ സുവിശേഷം എഴുതുന്നത് ലത്തീൻ ഭാഷ വശമുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. അതായത് പാലസ്തീനായ്ക്ക് പുറത്തുള്ള യഹൂദർക്ക് വേണ്ടി ആയിരുന്നിരിക്കാം അദ്ദേഹം ഇത് എഴുതുന്നത്. അതിന് കാരണം അരമായ ഭാഷയിൽ നിന്നുള്ള വാക്കുകളൊക്കെ മർക്കോസ് രേഖപ്പെടുത്തുമ്പോൾ, ലൂക്കായും മത്തായിയും രേഖപ്പെടുത്തുമ്പോൾ അവരത് തർജ്ജമ ചെയ്യുന്നൊന്നുമില്ല. എന്നാൽ മർക്കോസ് അതിനെ തർജ്ജമ ചെയ്ത് എഴുതുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് അരമായ ഭാഷ അറിയാത്തവരായിരുന്നിരിക്കാം മർക്കോസിന്റെ സുവിശേഷം വായിക്കുന്നത്. രണ്ടാമത്തേത്, ലത്തീൻ ഭാഷയിലുള്ള പല വാക്കുകളും വിവർത്തനം ചെയ്യാതെ അത് പദാനുപദം മർക്കോസ് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തു വെക്കുന്ന ചില സൂചനകൾ സുവിശേഷം നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് ചുങ്കത്തെക്കുറിച്ച് പറയുന്ന, കപ്പം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്ന കെൻസൂസ് എന്ന പദം, അത് ലത്തീൻ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് വന്നതാണ്. അത് തർജ്ജമ ചെയ്യപ്പെടാതെ മർക്കോസിന്റെ സുവിശേഷം അത് ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ചില സൂചനകൾ, ലത്തീൻ പദങ്ങൾ മർക്കോസ് ഉപയോഗിക്കുന്നു, അതുപോലെ അരമായ പദങ്ങൾ മർക്കോസ് തർജ്ജമ ചെയ്ത് അരമായ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അത് തർജ്ജമ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സൂചന ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, പാലസ്തീനായ്ക്ക് പുറത്തുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ആയിരുന്നിരിക്കാം മർക്കോസ് അത് എഴുതിയത് എന്നാണ്. അത് മാത്രമല്ല, മർക്കോസിന്റെ സുവിശേഷത്തില് നമുക്ക് വിജാതരായിട്ടുള്ള ആളുകളെയും അതുപോലെ യഹൂദ മതത്തിൽ നിന്ന് ക്രൈസ്തവ മതത്തിലേക്ക് കടന്നു വന്ന വ്യക്തികളെയൊക്കെ നമുക്ക് ഒരുപോലെ നമുക്ക് കാണാം. അതായത് ഒരു മിക്സഡ് ഗ്രൂപ്പിന് വേണ്ടിയാണ്. അതായത് യഹൂദരും വിജാതീയ ക്രിസ്ത്യാനികളും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന് വേണ്ടി ആയിരിക്കാം മർക്കോസ് തന്റെ സുവിശേഷം എഴുതിയതെന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് കരുതാനായിട്ട്. പിന്നെ മർക്കോസ് എഴുതിയ കാലഘട്ടം ഒരുപക്ഷെ ഈശോയെക്കുറിച്ചുള്ള സുവിശേഷ പ്രഘോഷണം ഏറ്റവും ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഈശോയുടെ സഹന മരണ ഉദ്ധാനങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ അതിനുശേഷമാണ് ഈശോ ചെയ്ത അത്ഭുതങ്ങൾ, അതുപോലെ ഈശോയുടെ വചനങ്ങളൊക്കെ വരുന്നത്. അപ്പം ആദ്യം സഹനമരണ ഉദ്ധാനങ്ങള്, പിന്നീട് ഈശോ ചെയ്ത അത്ഭുതങ്ങള്, പിന്നീട് ഈശോയുടെ പ്രബോധനങ്ങള്, അതിനുശേഷമാണ് ഈശോയുടെ ജനനം അല്ലെങ്കിൽ ഈശോയുടെ ജനനത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിന്റെ പാരമ്പര്യങ്ങളൊക്കെ വികസിച്ചു വരുന്നത്. അപ്പോൾ മർക്കോസ് സുവിശേഷം എഴുതിയ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള പാരമ്പര്യങ്ങളൊന്നും അത്രയധികം വികസിതമായിരുന്നിരിക്കില്ല. അല്ലെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം സ്വീകരിച്ച ആ സമൂഹത്തിന് ഈശോയുടെ ജനനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ കാര്യങ്ങൾ, അതായത് മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണപ്പെടാത്ത കാര്യങ്ങളുടെ ആവശ്യകത ഒരുപക്ഷെ കുറവായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം മർക്കോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്റെ സുവിശേഷത്തിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കുന്നത്. ഇനി മർക്കോസ് തന്റെ സുവിശേഷത്തിൽ ചിലപ്പോൾ ജെറുസലേമിലുള്ള ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ മർക്കോസ് അത്ര ഒരു അറിവില്ലാത്തവനെ പോലെ, അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത്ര കൃത്യമല്ലാത്ത രീതിയിൽ എഴുതുന്നതായിട്ട് ചിലപ്പോൾ മറ്റു സുവിശേഷങ്ങൾ വായിച്ചു നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പാലസ്തീനയിൽ നിന്നുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു മർക്കോസ്. അപ്പൊ അതിനെ തർക്ക വിഷയമാക്കുന്ന ആളുകളും ബൈബിൾ പഠിതാക്കൾക്കിടയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് മർക്കോസ് എന്ന സുവിശേഷകനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ള കാര്യം. ഇനി ആർക്കു വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടത്? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ പാലസ്തീനായ്ക്ക് പുറത്തുള്ള, അതായത് റോം കേന്ദ്രമാക്കി ജീവിച്ചിരുന്ന ക്രൈസ്തവർക്ക് വേണ്ടി ആയിരുന്നിരിക്കാം ഈ സുവിശേഷം എഴുതപ്പെട്ടത്. എന്നാൽ ഇതിൽ നിന്ന് വിരുദ്ധമായിട്ട് ചെറിയൊരു ശതമാനം ആളുകൾ പാലസ്തീനയിലെ ക്രൈസ്തവർക്ക് വേണ്ടിയാണ് മർക്കോസിന്റെ സുവിശേഷം എഴുതപ്പെട്ടത് എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ മജോറിറ്റി, നല്ലൊരു ശതമാനം വിശ്വസിക്കുന്നത് ഈ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് പാലസ്തീനയ്ക്ക് പുറത്തുള്ള, പ്രത്യേകിച്ച് റോമൻ ഭരണത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് എന്നാണ് കരുതുന്നത്. ഇത് കരുതാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഒരു മതപീഡനത്തിന്റെ പശ്ചാത്തലം നമുക്ക് ഈ സുവിശേഷത്തിൽ കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് 13-ാമത്തെ അധ്യായത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന വേളയിലൊക്കെ സഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും ഒക്കെ വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് മർക്കോസ് പറയുന്നുണ്ട്. അതുപോലെ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനം ഉടൻ സംഭവിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ സുവിശേഷം മുഴുവൻ വായിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ലഭിക്കും. അതുമാത്രമല്ല, ക്രിസ്തുവിനെ വ്യത്യസ്തമായ രീതിയിൽ എതിർക്കുന്ന അല്ലെങ്കിൽ ഈശോയെ കൊല്ലാനായിട്ട് ആലോചിക്കുന്ന ഫരിസേയരെയും അതുപോലെ യഹൂദ മത നേതാക്കളെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ക്രൈസ്തവർക്കും അന്നേരത്തെ ഒരു പ്രധാന മതമായിരുന്ന യഹൂദ മതത്തിനും അതുപോലെ റോമൻ സാമ്രാജ്യത്തിനൊക്കെ എതിരായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ നമുക്ക് ഈ സുവിശേഷത്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മതപീഡനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടത് എന്ന്
ഒരു പരിധിവരെ കരുതപ്പെടുന്നു. ഇനി ഈ ഒരു വിഷയത്തെക്കുറിച്ച് പിന്നീട് സുവിശേഷത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇനി സുവിശേഷത്തിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഈ സുവിശേഷം ആരംഭിക്കുന്നത് 1-ാം അധ്യായം 1-ാം വാക്യത്തിലാണല്ലോ. അപ്പൊ അത് ആരംഭിക്കുന്നത് 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. അപ്പൊ ആദ്യ വാക്യത്തിൽ തന്നെ സുവിശേഷം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് മർക്കോസ് സ്ഥാപിക്കുന്നുണ്ട്. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം, അതായത് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സദ്വാർത്ത, അല്ലെങ്കിൽ ഈശോ ദൈവപുത്രനാണ്, അപ്പൊ അവനിലൂടെ ലഭിച്ചിരിക്കുന്ന രക്ഷ, സദ്വാർത്ത രക്ഷയാണല്ലോ, സുവിശേഷം അതാണല്ലോ. അത് ലോകത്തിന് നൽകാൻ വേണ്ടിയാണ് ഈ സുവിശേഷം മാർക്കോസ് രചിച്ചിരിക്കുന്നത്. ഇതിന് 1-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ഈ സുവിശേഷത്തിന്റെ ഒരു ആമുഖ ഭാഗമായിട്ട് നമുക്ക് കരുതാനായിട്ട് സാധിക്കും. അതായത് 14-ും 15-ും വാക്യം അതുവരെയാണ് ഈശോ തൻ്റെ സുവിശേഷ പ്രഭാഷണത്തിന്റെ ആരംഭം. പിന്നെ 1-ാം അധ്യായം 15-ാം വാക്യം മുതലാണ് ഈശോ ശിഷ്യന്മാരെ വിളിച്ചു തുടങ്ങുന്നത്. അതുമുതൽ സുവിശേഷത്തിന്റെ 1-ാമത്തെ ഭാഗമായിട്ട് നമുക്ക് കാണാം. ഈ 1-ാമത്തെ ഭാഗത്തില് ഈശോയുടെ ഗലീലിയിലെ പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും കാണിക്കുന്നത്. അത് 6-ാം അധ്യായം 6-ാം വാക്യം വരെയാണ് ഈ ഗലീലിയിലെ പ്രവർത്തനങ്ങൾ അവിടെ വിവരിക്കുന്നത്. അത് കഴിഞ്ഞ് 6-ാം അധ്യായം 6b മുതൽ 10-ാം അധ്യായം 52-ാമത്തെ വാക്യം വരെ ഈശോ ഗലീലിയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നതാണ് ചിത്രീകരിക്കുന്നത്. അതിനുശേഷം 11-ാം അധ്യായം 1-ാം വാക്യം മുതൽ 13-ാം അധ്യായം 37-ാം വാക്യം വരെ ജെറുസലേമിലുള്ള ഈശോയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം സുവിശേഷത്തിന്റെ സമാപനം അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയുന്ന ഭാഗം 14-ാം അധ്യായം 1-ാം വാക്യം മുതൽ 16-ാം അധ്യായം 20-ാമത്തെ വാക്യം വരെയുള്ള ഭാഗമാണ്. ഇനി ബൈബിൾ പഠിതാക്കള് ഈ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ സുവിശേഷം തീർന്നുവെന്ന് പറയുന്നുണ്ട്. അതിന് കാരണം പുരാതനമായിട്ടുള്ള ചില മാനുസ്ക്രിപ്റ്റുകൾ, സുവിശേഷത്തിന്റെ പകർപ്പുകൾ അല്ലെങ്കിൽ കയ്യെഴുത്ത് പ്രതികൾ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സുവിശേഷത്തിന്റെ പ്രാചീന രൂപത്തില് ആ വാക്യങ്ങൾ ഇല്ലായിരുന്നു. ഈ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ തീർന്നു, അല്ലെങ്കിൽ അതായിരുന്നു അതിന്റെ സമാപനം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് ബൈബിൾ പഠിതാക്കൾക്കിടയിൽ ലഭിക്കുന്നത്. ഇനി ഈ 8-ാം അധ്യായം അവസാനിക്കുന്നത് ഉദ്ധിതനായ ഈശോ മഗ്ദലന മറിയത്തോടും മറ്റ് സ്ത്രീകളോടും താൻ ഉദ്ധാനം ചെയ്തു എന്നുള്ള വിവരം ശിഷ്യന്മാരെ അറിയിക്കാനായിട്ട് ഏൽപ്പിക്കുന്നതാണ്, അവരെ നിയോഗിക്കുന്നതാണ്. ഇനി സുവിശേഷം തീരുന്നത് ഇങ്ങനെയാണ്: അവർ വല്ലാതെ പേടിച്ചു, അത് ആരോടും പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ സുവിശേഷം തീർന്നാൽ ഒരു ഭംഗിയില്ലാത്ത ഒരു എൻഡാണ് സുവിശേഷത്തിനുള്ളത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അതിനെ ഇച്ചിരൂടെ മറ്റു സുവിശേഷങ്ങളുമായിട്ട് ചേർത്ത് നിർത്താൻ വേണ്ടി വിശുദ്ധ മത്തായിയുടെയും ലൂക്കായുടെയും ഒക്കെ സുവിശേഷം ഉപയോഗിച്ചുകൊണ്ട് 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഈശോ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതും സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് അവർക്ക് കടമ നൽകുന്നതും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഭാഗം പിന്നീട് എഴുതി ചേർത്തു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ബൈബിൾ പഠിതാക്കൾക്കിടയിലുള്ളത്. പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിലുള്ള, നമ്മളുടെ കാനോനിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന മർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരുസഭ, കത്തോലിക്ക സഭ ഈ മർക്കോസിന്റെ സുവിശേഷം മുഴുവൻ, അതായത് 16-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങളെ ദൈവ നിവേശിതമായി കരുതുകയും സ്വീകരിക്കുകയും ലിറ്റർജിയിൽ, ആരാധനക്രമത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. എങ്കിലും ഈ സുവിശേഷത്തിന്റെ ഒരു വായന 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ തീർക്കുമ്പോഴേക്കും ഈ സുവിശേഷം നമുക്ക് തരുന്ന ഒരു സന്ദേശം, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സന്ദേശം നമുക്ക് തരും. അത് ശിഷ്യത്വത്തോട് കണക്ട് ചെയ്തുകൊണ്ടുള്ള സന്ദേശമാണ്. അത് തുടർന്ന് വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് കരുതുകയാണ്. ഇനി സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, സുവിശേഷത്തിന്റെ ഘടനയെ കുറിച്ച് പറഞ്ഞു, സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇതിലെ 14-ഉം 15-ഉം 1-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങളാണ്. അവിടെ ഈശോ പറയുകയാണ്, സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. 15-ാം വാക്യം അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അപ്പൊ ഈ സുവിശേഷത്തിന്റെ കീ വേഴ്സസ്, അതായത് സുവിശേഷത്തിലേക്കുള്ള താക്കോൽ എന്ന് വേണമെങ്കിൽ നമുക്ക്
ഈ വാക്യങ്ങളെ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഈ വാക്യത്തെ വിശദീകരിച്ചുകൊണ്ട് സമീപിച്ചിരിക്കുന്ന ദൈവരാജ്യം എന്താണ്, മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അപ്പൊ ഇതൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ വന്നിരിക്കുന്ന ക്രിസ്തുവാകുന്ന സുവിശേഷത്തെ വിവരിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം. ഇനി ഈ സുവിശേഷം ഇതിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തുന്നത് 8-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിലാണ്. അവിടെ കേസറിയ ഫിലിപ്പിയിലുള്ള പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് വരുന്നത്. അതിനുശേഷമുള്ള ഭാഗമാണ്. അപ്പൊ 8-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതാണ്. 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. അവർ പറഞ്ഞ സ്നാപയോഹന്നാൻ എന്നും വേറെ ഏലിയ എന്നും മറ്റു പ്രവാചകന്മാരിൽ ഒരുവെന്ന് പറയുന്നു. അവൻ ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. അതായത് ഈ സുവിശേഷം 1-ാം അധ്യായം മുതൽ ക്രിസ്തു രഹസ്യത്തെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ടുള്ള ഒരു പരിശ്രമമാണ്. ആ പരിശ്രമം 8-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ വിജയം കൈവരിക്കുകയാണ്. അവിടെ പത്രോസ് ഈശോ താൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ക്രിസ്തുവാണ്. അതായത് സുവിശേഷത്തിന്റെ ഒരു ഘട്ടം, ശിഷ്യന്മാര് ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന ഒരു ഘട്ടം അവിടെ എത്തിച്ചേരുകയാണ്. ഇനി തുടർന്ന് ക്രിസ്തു ആരാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി, ശിഷ്യന്മാരെ വിളിക്കുന്ന ഈ വ്യക്തി ആരാണ്? അത് ക്രിസ്തുവാണ്. ഇനി തുടർന്നുള്ള ഭാഗം വരുന്നത് ഈ ക്രിസ്തു എന്നാൽ ആരാണ്. അതായത് അന്നത്തെ യഹൂദ സമൂഹം വിശ്വസിച്ചിരുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. എന്നാൽ ഈശോ പഠിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള മറ്റൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ അത് എന്താണെന്ന് പഠിപ്പിക്കുന്നതാണ് 8-ാം അധ്യായം 30-ാമത്തെ വാക്യം മുതലുള്ള 30-ാമത്തെ വാക്യം മുതൽ കാണിക്കുന്നത്. അപ്പൊ 30-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുകയാണ്, തന്നെ കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. അതായത് ഈ സുവിശേഷത്തെ നമുക്ക് പലയിടങ്ങളിലും തന്നെ പരസ്യമാക്കരുത് എന്ന് ആവശ്യപ്പെടുന്ന ഈശോയെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് അശുദ്ധാരൂപികളെ പുറത്താക്കുമ്പോൾ ഈശോയെ ആദ്യം തിരിച്ചറിയുന്നത്, ദൈവപുത്രനാണെന്ന് തിരിച്ചറിയുന്നത് അശുദ്ധാത്മാക്കളാണ്. ശിഷ്യന്മാർക്ക് ഈശോ ക്രിസ്തുവാണെന്ന് മനസ്സിലാകുന്നത് ഈ 8-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിലാണ്. അതിനു മുമ്പ് ഈശോ ക്രിസ്തുവാണെന്ന് പറഞ്ഞിരുന്നത് അശുദ്ധാത്മാക്കളാണ്, അല്ലെങ്കിൽ രോഗസൗഖ്യം കിട്ടുന്ന വ്യക്തികളാണ്. പക്ഷെ അവരോടുള്ള ഈശോ പറയുകയാണ്, നിങ്ങളിത് പരസ്യപ്പെടുത്തരുത്. ഇപ്പോൾ വീണ്ടും ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളിത് പരസ്യപ്പെടുത്തരുത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പരസ്യപ്പെടുത്തരുത് എന്ന് അവരോട് പറയുന്നത്? അത് സുവിശേഷം പഠിപ്പിക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഒരു പശ്ചാത്തലത്തിൽ വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഈ സുവിശേഷം കാണിക്കുന്ന ഈശോയെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി സുവിശേഷം വെളിപ്പെടുത്തുന്ന ഈശോ ആരാണ്? അത് 1-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമാണ്. അവൻ ദൈവപുത്രനായ ക്രിസ്തുവാണ്. അവൻ ദൈവപുത്രനാണ്. എന്നാൽ അതേസമയം തന്നെ ഇവൻ ദൈവപുത്രനാണെങ്കിലും ഇവനിൽ നമുക്ക് മാനുഷികമായിട്ടുള്ള പല കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. അതായത് വിശുദ്ധ മർക്കോസ് അവതരിപ്പിക്കുന്ന ഈശോ എന്ന് പറയുന്നത് മറ്റു സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തികച്ചും മാനുഷികതയെ ജീവിക്കുന്ന, അല്ലെങ്കിൽ മാനുഷികതയുള്ള ഒരു ദൈവമാണ്. 1-ാം അധ്യായം 41-ാമത്തെ വാക്യത്തില് വളരെ അതായത് ജനങ്ങളെ കണ്ട്, അല്ലെങ്കിൽ മനുഷ്യന്റെ കഷ്ടപ്പാട് കണ്ട് അനുകമ്പ തോന്നുന്ന കർത്താവിനെ നമുക്ക് കാണാം. അതുപോലെ 1-ാം അധ്യായം 43-ാമത്തെ വാക്യത്തില് വളരെ അനിഷ്ടം പ്രകടിപ്പിക്കുന്ന ഈശോയെ നമുക്ക് കാണാം. 3-ാം അധ്യായം 5-ാം വാക്യത്തില് സങ്കടവും അതുപോലെ ദേഷ്യവും പ്രകടിപ്പിക്കുന്ന ഈശോയെ നമുക്ക് കാണാം. 4-ാം അധ്യായം 40-ാം വാക്യത്തിലും 6-ാം അധ്യായം 5-ാം വാക്യത്തിലും അവിശ്വാസം കണ്ട് അത്ഭുതപ്പെടുന്ന, അതായത് ജനങ്ങളുടെ അവിശ്വാസം കണ്ട് അത്ഭുതപ്പെടുന്ന ഈശോയെ നമുക്ക് കാണാം. 6-ാം അധ്യായം 34-ാം വാക്യത്തിൽ, 7-ാം അധ്യായം 29-ാം വാക്യത്തിൽ വീണ്ടും അനുകമ്പ തോന്നുന്ന ഈശോയെ നമുക്ക് കാണാം. അതുപോലെ 8-ാം അധ്യായം 12-ാം വാക്യത്തില് സങ്കടപ്പെട്ട് വളരെ ഡീപ്പായി, വളരെ ആഴത്തിൽ നിശ്വസിക്കുന്ന, ദീർഘനിശ്വാസം വിടുന്ന ഈശോയെ നമുക്ക് കാണാം. അതുപോലെ 10-ാം അധ്യായം 14-ാം വാക്യത്തില് ഒരു ഇൻഡിഗ്നേഷൻ, ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഈശോയെ നമുക്ക് കാണാം. 10-ാം അധ്യായം 21-ാമത്തെ വാക്യത്തില് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഈശോയെ നമുക്ക് കാണാം. യാക്കോബിനെയും യോഹനാനൊക്കെ നോക്കി ഈശോ വളരെ സ്നേഹത്തോടെ പറയുന്നത് നമുക്ക് കാണാം. അതുപോലെ 14-ാം അധ്യായം 34-35 വാക്യങ്ങളില്
ഈശോ ഗത്സമനിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വളരെ സങ്കടവും നിരാശയോ വേദനയോ ഒക്കെ പ്രകടിപ്പിക്കുന്ന ഈശോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ 14-ാം അധ്യായം 48-49 വാക്യങ്ങളിൽ ചോദ്യം ചോദിക്കുന്ന ഈശോയെ കാണാം. എന്തുകൊണ്ടാണ് തന്നെ വേദനിപ്പിക്കുന്നത്, തന്നെ അടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഈശോയെ കാണാം. അതായത് തികച്ചും മാനുഷികമായിട്ടുള്ളൊരു ഈശോയുടെ മുഖം നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അതേസമയം തന്നെ സുവിശേഷകൻ പറയുകയാണ് ഇവൻ ദൈവപുത്രനാണ്. അപ്പോൾ ദൈവപുത്രനായ ക്രിസ്തു അവൻ പരിപൂർണമായിട്ടും മനുഷ്യനാണ്, തികച്ചും സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവൻ തൻ്റെ ദൈവത്വം മനുഷ്യത്വത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ ദൈവത്വം മനുഷ്യത്വത്തിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ്. അതേസമയം തന്നെ മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ ഭാവങ്ങളും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ക്രിസ്തുവിനുണ്ട് എന്ന് ഈ സുവിശേഷം വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. ഇതുകൊണ്ട് കൂടിയാണ് ഇപ്പൊ ഈ ഈശോയുടെ ഒരു മാനുഷിക മുഖം മർക്കോസിന്റെ സുവിശേഷത്തെ നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റുന്നത് കൊണ്ട് കൂടിയാണ് ഈ സുവിശേഷം മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങൾക്ക് മുൻപാണ് രചിക്കപ്പെട്ടത് എന്ന് കരുതുന്നത്. അതിന് കാരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ സങ്കടപ്പെടുന്ന, അല്ലെങ്കിൽ അവിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അവിശ്വാസം പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുകേട് കാണിക്കുന്ന ഈശോയെ കുറിച്ച് ചിത്രീകരണം ഒന്നും നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ കാണാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള ഭാഗങ്ങൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് മത്തായി എടുക്കുമ്പോഴേക്കും ബോധപൂർവം അത് വിട്ടുകളയും, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ മാറ്റം വരുത്തി അതിനെ ഇച്ചിലൂടെ റിഫൈൻ ചെയ്തുകൊണ്ടാണ്, കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് മത്തായി തൻ്റെ സുവിശേഷം അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സുവിശേഷങ്ങൾ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം എഴുതപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ശിഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ ശിഷ്യന്മാരെ കുറിച്ചും അത്ര നല്ലൊരു കാഴ്ചപ്പാടല്ല വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെയും ലൂക്കായുടെയും ഒക്കെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാരെ കുറച്ചുകൂടി ഐഡിയൽ ആയിട്ട് അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട, ഈശോയെ മനസ്സിലാക്കുന്ന, ഈശോയെ സ്വീകരിക്കുന്ന, ഈശോയെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടാണ് ലൂക്കായും അതുപോലെ മത്തായിയും നമുക്ക് തരുന്നത്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ ശിഷ്യന്മാര് ഈശോയെ അനുഗമിക്കുന്നുണ്ട്, വിളി കേൾക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈശോ പറയുന്നത് മനസ്സിലാക്കാത്ത ശിഷ്യന്മാരെ കുറിച്ചുള്ള ഒരു സൂചന മർക്കോസ് നമുക്ക് തരുന്നുണ്ട്. 6-ാം അധ്യായം 52-ാം വാക്യത്തില്, 7-ാം അധ്യായം 18-ാം വാക്യത്തില്, 8-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങളില്, അതുപോലെ ഹൃദയം കഠിനമായിരിക്കുന്ന, മന്ദീഭവിച്ചിരിക്കുന്ന ശിഷ്യന്മാരെ കുറിച്ചുള്ള സൂചന 6-ാം അധ്യായം 52-ാം വാക്യത്തില്, അതുപോലെ 8-ാം അധ്യായം 17-ാം വാക്യത്തില് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഏറ്റവും നമ്മളെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഭാഗമാണ് 14-ാം അധ്യായം 51-ാമത്തെ വാക്യം. അപ്പൊ അവിടെ ഈശോയെ പിടിച്ചുകൊണ്ട് ഗത്സമനിയിൽ നിന്ന് ഈശോയെ പിടിച്ച് വിചാരണ ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ ശിഷ്യന്മാരെല്ലാവരും പരാജയപ്പെട്ട് ഭയന്നിരിക്കുന്ന ശിഷ്യന്മാരെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഒരു ശിഷ്യൻ അല്പം ദൂരത്തായിട്ട് ഈശോയെ അനുഗമിക്കുകയാണ്. പക്ഷെ അവനിങ്ങനെ ഈശോയുടെ പുറകെ വരുന്നത് കണ്ട് പട്ടാളക്കാര് അവനെ പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ നഗ്നനായിരുന്നത് കൊണ്ട് ഒരു പുതപ്പ് മാത്രം ചുറ്റിയായിരുന്നു ഈശോയുടെ പിറകെ പോയത്. പക്ഷെ പട്ടാളക്കാരെ അവനെ പിടിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവൻ ആ പുതപ്പ് ഉപേക്ഷിച്ച് അവൻ നഗ്നനായിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് ഈശോയുടെ പിറകെ ഉണ്ടായിരുന്ന അവസാന ശിഷ്യനെ ഈശോ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതായത് പരാജയപ്പെടുന്ന ഒരു ശിഷ്യത്വം. പിന്നെ ലൂക്കായുടെയും അതുപോലെ മത്തായിയുടെയും അതുപോലെ യോഹന്നാന്റെ ഒക്കെ സുവിശേഷത്തിൽ വ്യത്യസ്തമായിട്ട് കുരിശിൽ തനിച്ച് സഹിക്കുന്ന ഈശോയാണ് നമുക്ക് കാണുന്നത്. കുരിശിന്റെ ചുവട്ടിൽ ശിഷ്യന്മാരൊന്നും ഇല്ല. ഇനി അല്പം ദൂരത്തായിട്ട് കുറച്ച് സ്ത്രീകൾ മാത്രമേ ഈശോയെ അനുഗമിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈശോയുടെ സഹനത്തെ നോക്കി കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ പുരുഷ ശിഷ്യന്മാരെല്ലാവരും ഈശോയെ അനുഗമിക്കുന്നതിൽ പരാജയപ്പെടുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാര് യൂദാസ് ഒറ്റിക്കൊടുത്തു, പത്രോസ് തള്ളിപ്പറഞ്ഞു. മറ്റ് ശിഷ്യന്മാരൊക്കെ പല കാലഘട്ടങ്ങളിലായിട്ട് അല്ലെങ്കിൽ പലപ്പോഴായിട്ട് അവരുടെ ഹൃദയം മന്ദീഭവിച്ചവരായിരുന്നു, അല്ലെങ്കിൽ അവര് ഈശോ പറയുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു, അവര് ഈശോ പറയുന്നത് ഗ്രഹിക്കാൻ സാധിക്കാത്തവരായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ അവസ്ഥ. ഇനി ഈ പുരുഷ ശിഷ്യന്മാരിൽ അവസാനമായിട്ടുണ്ടായിരുന്ന ഒരാള് പത്രോസ് തള്ളിപ്പറഞ്ഞു, യൂദാസ് ഒറ്റിക്കൊടുത്തു. ഇനി അവസാനം ഉണ്ടായിരുന്ന ആള് ഈശോ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഈശോ അനുഗമിച്ചു. പക്ഷെ അവനും തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പുതപ്പ് പോലും ഉപേക്ഷിച്ച് നഗ്നനായിട്ട് അവൻ ഓടിപ്പോവുകയാണ്.
അതായത് പരിപൂർണമായിട്ടും പരാജയപ്പെട്ട ഒരു ശിഷ്യത്വമാണ്. അപ്പൊ അവിടെ നമുക്ക് അല്പം പ്രതീക്ഷ തന്നുകൊണ്ട് ഈശോയുടെ മരണസമയത്ത് ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുമ്പോൾ അല്പം അകലെയായിട്ട് അത് നോക്കി നിന്നുകൊണ്ട് മഗ്ദലന മറിയം മറ്റു സ്ത്രീകളും നിൽക്കുന്നതായിട്ട് നമുക്ക് സൂചന ലഭിക്കുന്നുണ്ട്. അപ്പൊ അതായത് നമുക്കൊരു പ്രതീക്ഷയാണ്. പുരുഷ ശിഷ്യന്മാര് പരാജയപ്പെട്ടെങ്കിൽ ഇതാ സ്ത്രീ ശിഷ്യകള് അവന്റെ കുരിശിനടുത്ത് ധൈര്യത്തോടെ നിൽപ്പുണ്ടല്ലോ. അങ്ങനെ ഈശോയുടെ സംസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നീട് മഗ്ദലന മറിയം 16-ാം അധ്യായം 1-ാമത്തെ വാക്യത്തില് കല്ലറ തുറന്ന് ഈശോയുടെ ശരീരത്തിൽ വീണ്ടും തൈലം പൂശാനായിട്ട് മഗ്ദലന മറിയം വരികയാണ്. അവിടെ മഗ്ദലന മറിയത്തിന് ഈശോയുടെ ശരീരം കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അങ്ങനെ മഗ്ദലന മറിയം കല്ലറയിൽ വരുമ്പോഴേക്കും കല്ല് ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്നു. ഈശോയുടെ ആ ശരീരം അവിടെ ഇല്ല. ഇനി അവിടെ ഉണ്ടായിരുന്നത് ഈശോയുടെ ശരീരം വെച്ചിരുന്ന ആ തലയ്ക്കൽ ഒരു യുവാവ്, ഒരു ദൂതൻ അവിടെ ഇരുന്നിരുന്നു. അവൻ പറയുകയാണ്, നീ അന്വേഷിക്കുന്ന നസ്രായനായ ഈശോ ഇവിടെയില്ല. അവൻ സംസ്കരിച്ച സ്ഥലമാണിത്. അവൻ ഉദ്ധാനം ചെയ്തു. നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ അവനെ കാണും. ഇതാണ് ദൂതൻ പറയുന്നത്. ഈ ദൂതൻ പറഞ്ഞ കാര്യത്തോട് മഗ്ദലന എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? മഗ്ദലന മറിയം സ്ത്രീകളും ഈ ദൂതൻ പറഞ്ഞത് വളരെ സന്തോഷത്തോടെ കേൾക്കേണ്ടവരാണ്. കാരണം ഈശോ അവിടെ ഇല്ല, ഈശോ ഉയർത്തെഴുന്നേറ്റു, ഈശോ ഗലീലയിലേക്ക് പോവുകയാണ്. അതായത് 2 ദിവസം മുമ്പ് ഈശോയെ അവര് പിടിച്ച് വളരെ ക്രൂരമായിട്ട് കുരിശിൽ തറച്ച് വളരെ നികൃഷ്ടമായിട്ട് കൊന്നുകളഞ്ഞു. അപ്പൊ അത് മഗ്ദലന മറിയത്തെയും സംബന്ധിച്ച് വലിയ സങ്കടമാണ്, മറ്റു സ്ത്രീകളെ സംബന്ധിച്ച് വലിയ സങ്കടമാണ്. ആ സങ്കടത്തിൽ നിന്ന് കരകയറാനുള്ള വലിയൊരു സാധ്യതയാണ് ഇവിടെ മഗ്ദലന മറിയത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇനി വലിയൊരു ദൗത്യമാണ് ഈ ഉദ്ധിതനായ ഈശോയ്ക്ക് ആദ്യം സാക്ഷ്യം പറയാനുള്ള ദൗത്യമാണ് മഗ്ദലനയ്ക്ക് മറ്റു സ്ത്രീകൾക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ അവരെന്താ ചെയ്തത്? 8-ാമത്തെ വാക്യം, അവർ കല്ലറയിൽ നിന്ന് പുറത്തിറങ്ങി ഓടി. എന്തെന്നാൽ അവർക്ക് വലിയ വിറയലും ആശ്ചര്യമുണ്ടായി. അവർ ആരോടും ഒന്നും പറഞ്ഞില്ല. എന്തെന്നാൽ അവർ അത്യന്തം ഭയപ്പെട്ടിരുന്നു. അതായത് നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന, ക്രിസ്തു ശിഷ്യകളായിട്ട് ജീവിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്ന മഗ്ദലന മറിയവും മറ്റു സ്ത്രീകളും, പുരുഷ ശിഷ്യന്മാർ എല്ലാവരും പരാജയപ്പെട്ടു. ഇനി സ്ത്രീ ശിഷ്യകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് എന്ത് സംഭവിച്ചു? അവരാരോടൊന്നും പറഞ്ഞില്ല. സുവിശേഷം പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയുള്ളതാണ്, പക്ഷെ അവരത് പറഞ്ഞില്ല. കാരണം അവര് പേടിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഈ പേടിച്ചു പോയ ഈ ശിഷ്യകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ സുവിശേഷം പുരാതന രീതി അനുസരിച്ച്, ഏറ്റവും പുരാതനമായിട്ടുള്ള കയ്യെഴുത്ത് പ്രതികൾ അനുസരിച്ച് ഇത് അവസാനിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അവസാനിക്കുന്നത്? ഈ സുവിശേഷം വായിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഇതിന്റെ ശ്രോതാക്കൾക്ക് അല്ലെങ്കിൽ വായനക്കാരോട് ഈ സുവിശേഷം എഴുതിയ വ്യക്തി ചോദിക്കുകയാണ്, ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് പരാജയപ്പെട്ടു, ശിഷ്യകൾ പരാജയപ്പെട്ടു, അവർ പേടിച്ച് മിണ്ടാതിരുന്നു. പക്ഷെ നിനക്ക് ഇപ്പോൾ ക്രിസ്തുവിനെ അറിയാം. നീ ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾക്ക്, അത്ഭുതങ്ങൾക്ക്, അവന്റെ സന്ദേശങ്ങൾക്ക്, അവന്റെ പീഡാസഹനത്തിന്, അവന്റെ മരണത്തിന് നീ സാക്ഷിയായി. നിനക്ക് ഇനി ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് സാധിക്കുമോ? അപ്പോഴിങ്ങനെ സുവിശേഷം അവസാനിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള വലിയൊരു ദൗത്യബോധത്തിലേക്ക്, വിജയിക്കപ്പെടേണ്ട ഒരു ശിഷ്യത്വത്തിലേക്ക് ഓരോ വായനക്കാരനെയും വായനക്കാരിയെയും ഈ സുവിശേഷകൻ നയിക്കുകയാണ്. അപ്പൊ അതാണ് ഈ ഒരു സുവിശേഷത്തിന്റെ ഒരു ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ ഈ രീതിയിൽ സുവിശേഷം അവസാനിപ്പിക്കാനായിട്ട് സുവിശേഷകനെ പ്രേരിപ്പിച്ച, അല്ലെങ്കിൽ ഒരു കഥ എന്ന രീതിയിൽ, ഒരു കഥ പോലെ, മനോഹരമായിട്ടുള്ള ഒരു കഥ പോലെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു രീതിയിലാണ് സുവിശേഷം അവസാനിപ്പിക്കുന്നത്. ഇനി ഈ സുവിശേഷത്തില് പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്ന പ്രമേയമാണ്. ഈശോ പ്രസംഗിക്കുന്നത് തന്നെ ദൈവരാജ്യത്തെ കുറിച്ചാണ്. ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു, നിങ്ങൾ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ എന്നാണ് ഈശോ പറയുന്നത്. ദൈവരാജ്യം സമാഗതമായി, ഇത് കിങ്ഡം ഓഫ് ഹെവൻ ഈസ് അറ്റ് ഹാൻഡ്. എന്താണ് ഈ കിങ്ഡം ഓഫ് ഹെവൻ? യഹൂദര് ദൈവരാജ്യത്തിന് വേണ്ടി അവര് ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ കാത്തിരുന്നു. യഹൂദരെ സംബന്ധിച്ച് അവരുടെ ദൈവരാജ്യം എന്നുള്ള അവരുടെ ഒരു ചിന്ത, അല്ലെങ്കിൽ അവരുടെ ഒരു സങ്കല്പം, അത് ദാവീദിന്റെ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരുന്നതായിരുന്നു. സാമൂലിന്റെ 2-ാം പുസ്തകം 11-ാം അധ്യായത്തില് 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം ദാവീദിന് കൊടുക്കുന്ന വാഗ്ദാനങ്ങളെ കുറിച്ച് നമുക്ക് കാണാം. അപ്പൊ അവിടെ പറയുകയാണ്, നിന്റെ സന്തതി,
നിന്റെ സിംഹാസനത്തിൽ എന്നേക്കുമായിട്ട് ഭരണം നടത്തും, അവന്റെ ഭരണത്തിന് അവസാനം ഒന്നും ഉണ്ടാവുകയില്ല. അപ്പൊ ദാവീദിന് ദൈവം നൽകിയ ഈ വാഗ്ദാനം അത് ദൈവരാജ്യത്തിലാണ് പൂർണ്ണമാകുന്നത് എന്ന് യഹൂദർ വിശ്വസിച്ചു. ദാവീദിന്റെ ഭരണം അത് ബാബിലോണിയൻ വിപ്രവാസത്തോടെ, ദാവീദിന്റെ ഭരണം അദ്ദേഹത്തിന്റെ മരണശേഷം സോളമന്റെ മരണശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു എന്നുള്ള കാര്യം നമുക്കറിയാം. അതിൽ വടക്കൻ സാമ്രാജ്യം എന്ന് അറിയപ്പെട്ടിരുന്ന ഇസ്രായേല് അത് BC 721 അസീറിയൻ ആക്രമണത്തോടുകൂടി ഇല്ലാതായി. പിന്നെ തെക്ക് ഭാഗത്തുണ്ടായിരുന്ന യൂദ എന്നറിയപ്പെടുന്ന സാമ്രാജ്യം BC 527 ബാബിലോണിയൻ ആക്രമണത്തോടുകൂടി ഇല്ലാതായി മാറി. അതോടെ ദാവീദിന്റെ വംശത്തിന്റെ ഭരണം നിലയ്ക്കുകയാണ്. അതായത് ദാവീദിന്റെ പുത്രൻ എന്നേക്കുമായിട്ട് ഭരണം നടത്തും, അതുപോലെ ദൈവഭരണം ഉണ്ടാകും എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനം അത് ഇപ്പോൾ ദാവീദിന്റെ ഭരണം ഇല്ലാതായപ്പോഴേക്കും അത് നിറവേറപ്പെടാതെ പോയതായിട്ട് യഹൂദർക്ക് വലിയ സങ്കടമായി. എന്നാൽ ഈ വിപ്രവാസത്തിന് ശേഷം ഏതാണ്ട് 50 വർഷം കഴിഞ്ഞ് ഇസ്രായേൽ ജനം പാലസ്തീനയിലേക്ക് തിരിച്ചു വന്നു. അവര് ദേവാലയം പുനർനിർമ്മിച്ചു. പിന്നെ മറ്റ് രാജ്യങ്ങളുടെ കീഴിലാണ് താമസിക്കുന്നതെങ്കിലും ഇത് പിന്നെ പേർഷ്യക്കാര്, ഗ്രീക്കുകാര്, റോമാക്കാര്, ഈശോയുടെ സമയത്ത് റോമാക്കാരുടെ കീഴിലാണ് അവർ താമസിക്കുന്നത്. പക്ഷെ അവർക്ക് ദൈവത്തിന്റെ ഈ വാഗ്ദാനത്തെ കുറിച്ച് ഒരു പുതിയൊരു കാഴ്ചപ്പാട് അവർക്ക് കൈവരികയാണ്. അപ്പോൾ അവർ മനസ്സിലാക്കി ഇവിടെ മറ്റ് ശത്രു രാജ്യങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഈ ഭൗതികമായിട്ടുള്ള ഒരു അതിർത്തിയുള്ള രാജ്യമല്ല ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്, മറിച്ച് അതിനൊക്കെ അപ്പുറത്ത് എല്ലാ ജനപദങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സാമ്രാജ്യം, എല്ലാവരും സമാധാനത്തോടെ വസിക്കുന്ന ഒരു സാമ്രാജ്യം. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. 11-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ മനുഷ്യനും മൃഗങ്ങളൊക്കെ ഒരുപോലെ സഹവസിക്കും. മാംസഭോജികളായ സിംഹങ്ങൾ അത് പുല്ല് തിന്നും, കരടി സസ്യങ്ങൾ ഭക്ഷിക്കും. അതായത് ഒരു സമാധാനത്തിന്റെ ഒരു കാലഘട്ടമാണ് വരാനായിട്ട് പോകുന്നത്. 60-ാം അധ്യായത്തിലും 61, 62 അധ്യായങ്ങളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം സകല ജനപദങ്ങളും ഈ എല്ലാ മലകളുടെയും മുകളിലായിട്ട് ജെറുസലേം ദേവാലയം നിലനിൽക്കുന്ന മല ഉയർത്തപ്പെടും. ആ മലയിലേക്ക് സകല ജനപദങ്ങളും ആരാധനയ്ക്കായിട്ട് കടന്നു വരും. അതായത് ജെറുസലേമിലേക്ക് ആരാധനയ്ക്കായിട്ട് വരുന്നത് യഹൂദരാണ്. എന്നാൽ ലോകാവസാനത്തിൽ സകല ജനപദങ്ങളും ജെറുസലേമിലേക്ക് കടന്നു വരും. അതായത് ഒരു സാർവത്രികമായിട്ടുള്ള ഒരു വലിയൊരു പ്രതീക്ഷ അവർ പുലർത്തിക്കുകയാണ്. എപ്പോഴാണ് ഇത് സാധ്യമാകുന്നത്? മിശിഹ വന്ന് തൻ്റെ രാജ്യം, തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ചു കഴിയുമ്പോൾ. അപ്പോൾ അതാണ് ദൈവരാജ്യം. മിശിഹ സ്ഥാപിക്കുന്ന സകല ജനപദങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാവരും യഹോവയെ ദൈവവും രാജാവുമായി അംഗീകരിക്കുന്ന, എല്ലാവരും സമാധാനത്തിലും ശാന്തിയിലും വസിക്കുന്ന ആ ഒരു രാജ്യം, അത് ഈശോ പറയുകയാണ് സമാഗതമായിരിക്കുന്നു. ഇനി ഈ ദൈവരാജ്യത്തിലേക്കാണ് ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. തന്നെ അനുഗമിക്കാൻ വിളിച്ചുകൊണ്ട് ശിഷ്യന്മാരെ ഈശോ വിളിക്കുമ്പോൾ ദൈവരാജ്യത്തിലെ അംഗങ്ങളായിട്ടാണ് ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്നത്. പിന്നെ ഈശോ ജനങ്ങളെ പഠിപ്പിക്കുമ്പോഴൊക്കെ ഈ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായി മാറാൻ വേണ്ടിയാണ് ഈശോ അവരെ പഠിപ്പിക്കുന്നത്, അവരെ വിളിക്കുന്നത്, അവർക്ക് വേണ്ടി ഈശോ സമയം ചെലവിടുന്നത്. എന്നാൽ ഈ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ സ്വീകരിക്കുന്നത് ഈ ദൈവരാജ്യത്തെക്കുറിച്ച് തുറവിയുള്ളവർക്ക് മാത്രമാണ്. അതുകൊണ്ട് ഈശോ പറയുകയാണ്, പ്രത്യേകിച്ച് 3-ാമത്തെ അധ്യായത്തിലൊക്കെ ഈശോ ഉപമകൾ പറയുമ്പോഴേക്കും ഈശോ ശിഷ്യന്മാർ പറയുകയാണ്, നീ പഠിപ്പിക്കുന്ന ഉപമയുടെ അർത്ഥം എന്താണ്? 4-ാമത്തെ അധ്യായത്തില്. അപ്പോൾ ഈശോ പറയുകയാണ്, ദൈവരാജ്യത്തിന്റെ രഹസ്യം നൽകപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ്, കാരണം നിങ്ങൾ അകത്തുള്ളവരാണ്. 4-ാം അധ്യായം 11-ാമത്തെ വാക്യം, നിങ്ങൾക്കാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യം നൽകപ്പെട്ടിരിക്കുന്നത്, പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അതായത് മറ്റുള്ളവർ, പുറത്തുള്ളവർ, അവർക്ക് ദൈവരാജ്യത്തിന്റെ രഹസ്യം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. എന്നാൽ ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ സ്വീകരിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കാൻ സന്നദ്ധരായിട്ടുള്ളവർക്ക് മാത്രമാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യം വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ദൈവരാജ്യത്തിന്റെ രഹസ്യം, ദൈവരാജ്യം ക്രിസ്തുവാണ് എന്ന കാര്യം അറിയുന്നത് അശുദ്ധാരൂപികൾക്കാണ്. അശുദ്ധാരൂപികൾ കൃത്യമായിട്ട് ഇവൻ നീ ദൈവപുത്രനാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈശോ പറയുകയാണ്, നിങ്ങൾ മിണ്ടരുത്. അതായത് ദൈവരാജ്യത്തിന്റെ രഹസ്യം അത് ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെയാണ് അവർക്ക് ലഭിക്കേണ്ടത്. ഇനി അതിനുശേഷം പത്രോസിനോട് ഈശോ കൽപ്പിക്കുന്നത്, ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നത് നമ്മൾ 8-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ അവിടെയും ഈശോ പറയുകയാണ്, ഞാൻ ക്രിസ്തുവാണ് എന്നുള്ള
കാര്യം നിങ്ങളത് രഹസ്യമാക്കി വെക്കണം, ആരോടും പറയരുത്. എന്താണ് ഈശോ ഇങ്ങനെ രഹസ്യമാക്കി വെക്കാൻ പറയുന്നതിന് കാരണം അന്ന് യഹൂദർ വിശ്വസിച്ചിരുന്ന, ഭൂരിഭാഗം യഹൂദർ വിശ്വസിച്ചിരുന്ന ദൈവരാജ്യം എന്ന് പറയുന്നത്, ആ ദൈവരാജ്യം അത് രാഷ്ട്രീയമായ ഒരു ദൈവരാജ്യമായിരുന്നു. അതായത് മിശിഹ വന്ന് രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ വിമോചിപ്പിക്കുകയും, അതായത് വൈദേശിക ശക്തികളെ, ഇപ്പോൾ നിലവിൽ അവരെ ഭരിക്കുന്നത് റോമൻ ഭരണകർത്താക്കളാണ്. അപ്പം റോമാക്കാരെ തുരത്തിക്കൊണ്ട്, ആക്രമണം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ശത്രുക്കളെ തുരത്തി ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്ന ഒരു രാജാവ്, ഒരു മിശിഹ, അതായിരുന്നു ഈശോയുടെ കാലഘട്ടത്തിൽ ഒരു നല്ലൊരു ശതമാനം യഹൂദരും വിശ്വസിച്ചിരുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സ്നാപകയോഹന്നാൻ ഈശോയുടെ അടുത്തേക്ക് തന്റെ ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് ചോദിക്കുന്നത്, നീ തന്നെയാണോ ക്രിസ്തു? 6-ാം അധ്യായത്തിൽ ഈ സ്നാപകന്റെ ശിരച്ഛേദനത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സ്നാപകയോഹന്നാൻ ഈശോയുടെ അടുത്തേക്ക് ആളെ അയച്ചു ചോദിക്കുകയാണ്, നീ തന്നെയാണ് ക്രിസ്തു? ആ ചോദ്യത്തിന് കാരണം, ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വേണ്ടി വന്നവനാണ് സ്നാപകയോഹന്നാൻ. അതുപോലെ ഈശോ ക്രിസ്തു ആണെന്ന് സ്നാപകൻ വിശ്വസിച്ചിരുന്നു. ഇനി ക്രിസ്തു ആരാണ്? ഇവൻ മിശിഹായാണ്, രാജാവാണ്. റോമൻ ഭരണത്തെ പരാജയപ്പെടുത്തി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടവനാണ്. എന്നാൽ ഏറ്റവും ആദ്യം സ്വാതന്ത്ര്യം കിട്ടേണ്ടതാണ് ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വേണ്ടി വന്ന തനിക്ക്. പക്ഷെ തന്റെ അവസ്ഥ എന്താണ്? താൻ കാരാഗൃഹത്തിലാണ്. അതായത് ആ കാലഘട്ടത്തിൽ ഒരു ആവറേജ് യഹൂദനുണ്ടായിരുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അതിന്റെ പൂർണ്ണതയിൽ സ്നാപകയോഹന്നാൻ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് സംശയം തോന്നിയ സ്നാപകയോഹന്നാൻ ശിഷ്യന്മാരെ ഈശോയുടെ അടുത്തേക്ക് അയക്കുന്നത്. പക്ഷെ ഈ സ്നാപകൻ ഈശോയ്ക്ക് ജ്ഞാനസ്നാനം കൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ വരുന്നതും ഈശോയിൽ ആവസിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ജയിലിൽ കിടക്കുമ്പോൾ സ്നാപകന്റെ വിശ്വാസത്തിന് ഭംഗം വരികയാണ്. ആ സ്നാപകന്റെ ശിഷ്യന്മാരോടാണ് ഈശോ പറയുന്നത്. ഈശോ കുറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. യേശയ്യായുടെ പുസ്തകം 42-ാം അധ്യായത്തിൽ മിശിഹ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ അന്ധന്റെ കണ്ണുകൾ തുറക്കും, മൂകന് സംസാരശേഷി നൽകും, കുരുടരെ സുഖപ്പെടുത്തും, അതുപോലെ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തും. അങ്ങനെ മിശിഹ പ്രവർത്തിക്കുന്ന കുറെ പ്രവർത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഈശോ ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം സ്നാപകന്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ചെന്ന് ഇപ്പോൾ കണ്ടതും കേട്ടതും സ്നാപകയോഹന്നാനെ അറിയിക്കുക. അതായത് ഈശോ സ്നാപകയോഹന്നാനെ പഠിപ്പിക്കുകയാണ്, നിന്റെ കാഴ്ചപ്പാടിലുള്ള ക്രിസ്തു അല്ല ഞാൻ. എനിക്ക് പിതാവായ ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, ആ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്താണ് ആ കാഴ്ചപ്പാട്? അത് 8-ാം അധ്യായം 30-ാമത്തെ വാക്യം മുതൽ ഈശോ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് നമുക്ക് പീഡാനുഭവത്തെ കുറിച്ചുള്ള ആദ്യ പ്രബോധനം നമുക്ക് 31-ാമത്തെ വാക്യം മുതൽ നമുക്ക് ലഭിക്കുന്നത്. അവിടെ പറയുകയാണ്, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ശ്രേഷ്ഠന്മാർ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞന്മാർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവനവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അതായത് തന്റെ മിശിഹ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനം, അതിന്റെ കോർ, അതിന്റെ ഹൃദയം എന്ന് പറയുന്നത് കുരിശ്, സഹനമാണ്, മരണമാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മരണമാണ്. 45-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കാനല്ല, ശുശ്രൂഷിക്കാൻ സുജ്ഞാനമായി. അതായത് ഈശോ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈശോയിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദൈവരാജ്യമാണ്. അതായത് സഹനത്തിലൂടെ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിലൂടെ സംജാതമാകുന്ന ഒരു ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിന്റെ രഹസ്യം അത് ഗ്രഹിക്കാനായിട്ട് നിലവില് ആ ജനത്തിന്, ഈശോയെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനം തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഈശോ പിശാച് ബാധിതരോട് പറയുന്നത്, അല്ലെങ്കിൽ പിശാചുകളോട് പറയുന്നത്, നിങ്ങൾ എന്നെ പ്രഘോഷിക്കരുത്. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ എന്നെ ഈ രഹസ്യം നിങ്ങൾ ആരോടും പറയരുത്. ഇത് സമയത്തിന്റെ പൂർണ്ണതയിൽ ഈശോയിലുള്ള ക്രിസ്തു രഹസ്യത്തെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചു കഴിയുമ്പോൾ അവർക്കത് കിട്ടിക്കൊള്ളും. എപ്പോഴാണ് ഈ ക്രിസ്തു രഹസ്യം അത് പരിപൂർണമായിട്ടും വെളിപ്പെടുത്തപ്പെടുന്നത്? 15-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ ഈശോ കുരിശിൽ കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ കുരിശില് ഈശോ മരിക്കുന്നത് കണ്ടുകൊണ്ട് 39-ാമത്തെ വാക്യം, അവന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ട് പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. അതായത് ഈശോ കുരിശില്
കിടന്ന് മരിക്കുന്നത് ഈ ശതാധിപൻ കാണുകയാണ്. ഈ ശതാധിപൻ, അവൻ ശതാധിപനായിരുന്നത് കൊണ്ട് തന്നെ അനേകം ആളുകളുടെ കുരിശുമരണത്തിന് ഇവൻ സാക്ഷിയായിട്ടുണ്ട്. അവരെ കുരിശിൽ തറച്ചു കൊല്ലാനായിട്ട് ഇവൻ കൽപ്പന കൊടുത്തിട്ടുണ്ടാകാം. അതായത് ഇവൻ റോമൻ പട്ടാളത്തിന്റെ ശതാധിപനാണ്. ഇവൻ അധികാരമുള്ളവനാണ്. ചക്രവർത്തിയിൽ നിന്ന് അധികാരം പേറുന്നവനാണ്. പലരുടെയും മരണം കണ്ടിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ക്രിസ്തു മരിക്കുന്നത് പോലെ ഒരാൾ മരിക്കുന്നത് അവൻ കാണുന്നത്. ഈശോ, അവൻ പാപം ചെയ്യാതിരുന്നിട്ടും കുരിശില് വളരെയധികം പീഡിപ്പിക്കപ്പെട്ടിട്ടും പരിഹസിക്കപ്പെട്ടിട്ടും ആരോടും വെറുപ്പില്ലാതെ, ആരോടും ദേഷ്യമില്ലാതെ അവൻ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട്, എൻ്റെ ദൈവം എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് നിലവിളിച്ചുകൊണ്ട് ഈശോ കുരിശിൽ മരിക്കുന്നത് കണ്ട് ശതാധിപൻ തിരിച്ചറിയുകയാണ്, ഇവനാണ് ദൈവപുത്രൻ. അതായത് സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തില് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അവതരിപ്പിച്ചു. ഇനി എങ്ങനെയാണ് യേശു ക്രിസ്തു ദൈവപുത്രനായിട്ട് മാറുന്നത്? അതാണ് ഈ സുവിശേഷം മുഴുവൻ പഠിപ്പിക്കുന്നത്. ഈശോ എങ്ങനെയാണ് ദൈവപുത്രനായിട്ട് മാറുന്നത്? അവൻ സഹിച്ചുകൊണ്ടാണ്, മരിച്ചുകൊണ്ടാണ്, മറ്റുള്ളവർക്ക് വേണ്ടി മോചനദ്രവ്യമായിട്ട് മാറിക്കൊണ്ടാണ് അവൻ ദൈവപുത്രനായിട്ട് മാറിയത്. അപ്പോൾ ഈ ദൈവപുത്രനാകുന്ന ഒരു പ്രോസസ്സ്, അതാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ ദൈവരാജ്യത്തിന്റെ രഹസ്യം അത് ശതാധിപന് വെളിപ്പെട്ട് കിട്ടുകയാണ്. അത് ശതാധിപൻ ആത്മാർത്ഥതയോടെ ലോകം മുഴുവനുമായിട്ട് പ്രഘോഷിക്കുകയാണ്. അപ്പോൾ നിനക്ക് ക്രിസ്തു ആര് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ അവന്റെ കുരിശിലേക്ക് നോക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൃദയം മന്ദീഭവിച്ചിരിക്കുന്ന ശിഷ്യന്മാര്, അവര് ക്രിസ്തുവിന്റെ ഈ മിശിഹ രഹസ്യം, കുരിശിന്റെ രഹസ്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോയവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 8-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ തന്റെ പീഡാസഹന മരണത്തെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്, പത്രോസ് പറയുകയാണ്, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന പത്രോസിനെ ഈശോ വിളിക്കുന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. സാത്താനെ എന്നാണ് പത്രോസിനെ വിളിക്കുന്നത്. അപ്പോൾ സാത്താൻ, അതായത് പൈശാചികമായിട്ടുള്ള കാര്യം എന്താണ്? ക്രിസ്തുവിന്റെ കുരിശിനെ സ്വീകരിക്കാൻ സാധിക്കാത്തതാണ് പൈശാചികമായിട്ടുള്ളത്. സ്നേഹത്തിന് വിരുദ്ധമായിട്ട് ജീവിതത്തിലേക്ക് ചൈതന്യം അല്ലെങ്കിൽ പ്രവണതകൾ കടന്നു വരുന്നതാണ് പൈശാചികമായിട്ടുള്ളത്. അതായത് ക്രിസ്തുവിന്റെ കുരിശിനെ നിഷേധിക്കുന്നതെല്ലാം പൈശാചികമാണ്. ക്രിസ്തുവിന്റെ കുരിശിന്റെ സവിശേഷത എന്താണ്? അത് ഒരു അപമാനമായിട്ട് വരുന്നതല്ല, മറിച്ച് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹനമായിട്ട് ഈശോ നൽകുന്നതാണ് ക്രിസ്തുവിന്റെ കുരിശ് എന്ന് പറയുന്നത്. ഇനി പത്രോസിന് അത് സ്വീകരിക്കാൻ സാധിക്കാതെ പോയപ്പോൾ ഈശോ എന്താണ് പറയുന്നത്? സാത്താനെ, നീ എൻ്റെ പിന്നിലേക്ക് വരിക എന്നാണ് ഈശോ പറയുന്നത്. ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്നത് 1-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ ഉണ്ടല്ലോ. അപ്പൊ അവിടെ ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്നാണ്. അക്കൊളുത്തേയോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ക്രിയയാണ് അനുഗമിക്കാനായിട്ട് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്. ഈ അക്കൊളുത്തേയോ എന്ന് പറഞ്ഞാൽ ഈശോയുടെ പിന്നാലെ നടക്കുക എന്നതാണ്. അതായത് ഈശോ നടന്നു പോകുന്ന അതേ കാലടി പാതയിലൂടെ തങ്ങളുടെ പാദങ്ങൾ വെച്ചുകൊണ്ട് ഈശോയെ അനുഗമിക്കുക. ഇത് വളരെ പ്രതീകാത്മകമാണ്. അതായത് ഈശോ നടന്നതുപോലെ നടക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ അതേ മനോഭാവം ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ശിഷ്യന്മാർ നടക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുരിശിനെ പ്രതിരോധിച്ച് നിന്ന പത്രോസിനെ ഈശോ സാത്താനെ എന്ന് വിളിച്ചിട്ട് അവനോട് പറയുകയാണ്, നീ എൻ്റെ പിന്നാലെ നടക്കുക. ഇവിടെ ഈ പത്രോസിന്റെ പ്രത്യേകത എന്താണ്? തൊട്ടു മുമ്പ് 26 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് ഈശോ ആരാണ് എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. നീ ക്രിസ്തുവാണ് എന്ന് പറയുകയാണ്. അതിന് ഈശോ പത്രോസിന് നൽകുന്ന ഒരു 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 പ്രോത്സാഹനം, ഇത് നിനക്ക് കിട്ടിയത് മാംസരക്തങ്ങളിൽ നിന്നല്ല, മറിച്ച് സ്വർഗസ്ഥനായ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തി തന്നതാണ്. അതായത് ദൈവത്തിൽ നിന്ന് വെളിപാട് ലഭിച്ച, പഴയ നിയമത്തിലെ പ്രവാചകന്മാരോട് കിടപിടിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ പത്രോസ്. പക്ഷെ അതേ പത്രോസ് കുരിശിനോട് മറുതലിച്ച് നിന്നപ്പോൾ അവൻ പിശാചായിട്ട് മാറുകയാണ്. അതായത് ഇവിടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അവരൊരു പക്ഷെ അത്ഭുതങ്ങൾ ചെയ്തേക്കാം, അവര് മനോഹരമായിട്ടുള്ള വചനങ്ങൾ പ്രഘോഷിച്ചേക്കാം, അവരത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉദാത്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേക്കാം. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർന്ന് നിൽക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ, കുരിശിന്റെ വഴിയെ നടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഇതൊക്കെ ഉണ്ടെങ്കിലും അത് ക്രിസ്തു ശിഷ്യന് യോജിക്കാത്ത നിലപാടുകളിലേക്ക് അവനെ എത്തിക്കും. അതായത് അവൻ പൈശാചികമായിട്ട് അല്ലെങ്കിൽ പിശാചിന് തുല്യനായിട്ട് മാറും. അപ്പോൾ ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. എങ്ങനെയുള്ള ക്രിസ്തുവിനെയാണ് അനുഗമിക്കേണ്ടത്? കുരിശ് എടുത്തുകൊണ്ട് പോകുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ക്രിസ്തുവിനെയാണ്
ക്രിസ്തു ശിഷ്യൻ അനുഗമിക്കേണ്ടത്. അങ്ങനെ കുരിശിൽ ജീവൻ ദാനമായി നൽകുന്ന, കുരിശിൽ ജീവൻ അർപ്പിക്കുന്ന ക്രിസ്തുവിലാണ് ദൈവപുത്രനെ ഒരു ശതാധിപൻ ദർശിക്കുന്നത്. ഇനി ശതാധിപന്റെ പ്രത്യേകത എന്താണ്? ഇവൻ റോമൻ പട്ടാളത്തിന്റെ ഭാഗമാണ്, റോമൻ പട്ടാളത്തിന്റെ അധികാരിയാണ്. ഇവൻ ക്രിസ്തുവിന്റെ വചനം കേട്ടിട്ടുള്ള വ്യക്തി ആയിരിക്കില്ല. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ പോലെ ക്രിസ്തുവിന്റെ പുറകെ നടന്നിട്ടുള്ള ആളായിരിക്കില്ല. അതായത് തികച്ചും ഇവൻ യഹൂദ മതത്തിലുള്ള ആളും ആയിരിക്കാൻ സാധ്യതയില്ല. ഇത് വിജാതീയനായിട്ടുള്ള റോമാക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ക്രിസ്തു ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ലഭിക്കുകയാണ്. അതായത് ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട് മതമോ കുടുംബമോ അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലമോ അതൊന്നുമല്ല പ്രധാനമായിട്ടുള്ളത്. മറിച്ച് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അഭിമുഖമായിട്ട് നിൽക്കാനുള്ള ഒരു വ്യക്തിയുടെ സന്നദ്ധതയാണ്. ആ കുരിശിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ശതാധിപൻ ഇവൻ ജീവനുള്ള ദൈവത്തിന് അല്ല സത്യമായും ദൈവപുത്രനാണ് എന്ന് ശതാധിപന് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യം, ക്രിസ്തുവിലൂടെ പ്രകാശിതമാകുന്ന ദൈവരാജ്യത്തിന്റെ രഹസ്യം. ഇത് വെളിപ്പെട്ട് കിട്ടുന്നത്, അത് സ്വീകരിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ശിഷ്യന്മാർ എത്തുമ്പോഴാണ് അവർക്കിത് വെളിപ്പെട്ട് കിട്ടുന്നത്. സുവിശേഷം നൽകുന്ന കാഴ്ചപ്പാട് അതാണ്. അപ്പൊ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കണം എന്നുള്ള വലിയൊരു കാഴ്ചപ്പാടിലേക്കാണ് ഈ സുവിശേഷം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇനി ഈ സുവിശേഷത്തിൽ നമുക്ക് ഒരു കോസ്മിക് കോൺഫ്ലിക്റ്റ്, അതായത് ഒരു വല്ലാത്തൊരു സംഘർഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം 3-ാമത്തെ അധ്യായത്തിൽ ഈശോ പിശാചുകളെ പുറത്താക്കുമ്പോൾ ഫരിസേയരും നിയമജ്ഞരും ഈശോയെ വിമർശിച്ചുകൊണ്ട് പറയുന്നു, പിശാചുക്കളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് ഇവൻ പിശാചുകളെ പുറത്താക്കുന്നത് എന്നാണ്. അപ്പം അതിന് മറുപടിയായിട്ട് ഈശോ പറയുമ്പോൾ 27-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുകയാണ്, ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ വസ്തുക്കൾ കവർ ചെയ്യണമെങ്കിൽ ആദ്യം അവനെ ബന്ധിക്കണം, അനന്തരം അവന്റെ വീട് കവർ ചെയ്യാം. അതായത് ഇവിടെ പിശാചുകളുടെ തലവനായ ബെൽസബൂൽ, ഈശോ പിശാചുകളെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിശാചുകളെ പുറത്താക്കുന്ന അല്ലെങ്കിൽ പിശാചുകൾക്കെതിരെ യുദ്ധം നടത്തുന്ന ഈശോയെക്കുറിച്ചുള്ള ഒരു പ്രാപഞ്ചികമായിട്ടുള്ള ഒരു സംഘർഷത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതായത് ഈശോ പിശാചിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സംഘർഷത്തിൽ ഈശോ വിജയിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിലുടനീളം നമുക്ക് ഈശോ പിശാച് ബാധയെ സുഖപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള പല സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റു സുവിശേഷങ്ങളിൽ ഇത് വളരെ കുറവാണ്. ഇനി മത്തായിയുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായം രൂപാന്തരീകരണത്തിന് ശേഷം ഈശോ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു പിശാച് ബാധിതനായിട്ടുള്ള ഒരു കൊച്ചിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത്, മർക്കോസ് അതിനെ പിശാച് ബാധിതനായിട്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിലും അപസ്മാരം എന്നൊക്കെ പറഞ്ഞ് മത്തായിയുടെ സുവിശേഷത്തിൽ അതിനെ ഡൈലൂട്ട് ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ അവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ അവിടെ മുഴുവൻ എംഫസിസ് പോകുന്നത് എന്താണ്? വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും അസാധ്യമായിരിക്കില്ല, വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ശിഷ്യന്മാർക്ക് ഇതിനെ പുറത്താക്കാൻ സാധിക്കാതെ പോയതെന്നൊക്കെ മത്തായി പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ കൃത്യമാണ്. ഈശോ പിശാചിനെ പുറത്താക്കിയാണ്. അതുപോലെ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഇത് പുറത്തു പോവുകയില്ല. അതായത് ക്രിസ്തുവിന് വിരുദ്ധമായിട്ടുള്ള ശക്തികളെ, ഇത് പൈശാചിക ശക്തികളെ പരാജയപ്പെടുത്താനായിട്ട് ഉപവാസവും പ്രാർത്ഥനയും അങ്ങനെയുള്ള വഴികൾ ശിഷ്യന്മാർ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അതുപോലെ എക്സോർസിസ്റ്റിന് ഈ സുവിശേഷത്തിൽ 1-ാം അധ്യായം 23-26 വാക്യങ്ങൾ, 3-ാം അധ്യായം 11-12 വാക്യം, 5-ാം അധ്യായം 6 മുതൽ 13 വാക്യം, 9-ാം അധ്യായം 14-27 വാക്യം. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല പിശാച് ബാധയെ സുഖപ്പെടുത്തുന്ന കാര്യങ്ങളും ഈ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഈ സുവിശേഷം ഈശോയുടെ 2-ാമത്തെ വരവിനെ കുറിച്ച് വളരെ നാടകീയമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. 13-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ 2-ാമത്തെ വരവിനെ കുറിച്ചുള്ള ഒരു അവതരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതായത് ഈശോയുടെ ആഗമനത്തോടുകൂടി, ഈശോ സുവിശേഷം പ്രഘോഷിക്കാൻ ആരംഭിച്ചതോടുകൂടി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അത് വന്നു കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരു പൂർണ്ണത, ഈ ദൈവരാജ്യത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അതിന്റെ കൺസ്യൂമേഷൻ എന്ന് പറയുന്നത് ഈശോയുടെ 2-ാമത്തെ ആഗമനത്തിലാണ് സംഭവിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ അവിടെ വേദനകളുടെ ആരംഭത്തെക്കുറിച്ച്, അതായത്
ഈ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നു. അതുപോലെ ഉണ്ടാകാൻ പോകുന്ന ഭീകരമായിട്ടുള്ള വേദനകളെക്കുറിച്ച്, ദുരിതങ്ങളെക്കുറിച്ച്, ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നു. എന്നിട്ട് ഇവിടെയൊക്കെ മർക്കോസ് പറയുന്ന കാര്യമാണ്, നമ്മൾ ജാഗരൂകതയോടെ ഇരിക്കണം. ഏത് നിമിഷവും അത് സംഭവിക്കാം. അതായത് ദൈവരാജ്യത്തിന് വേണ്ടി എപ്പോഴും ജാഗരൂകതയോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കണമെന്ന് മർക്കോസ് പഠിപ്പിക്കുകയാണ്. കാരണം അത് ഏത് മണിക്കൂറിലാണ് അല്ലെങ്കിൽ ഏത് ദിവസമാണ് വരുന്നതെന്ന് അത് മനുഷ്യപുത്രന് പോലും അറിയില്ല എന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന് മാത്രമേ അത് അറിയത്തുള്ളൂ. അപ്പൊ ഇവിടെ മനുഷ്യപുത്രന് പോലും അറിയത്തില്ല, പുത്രന് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ ഈശോയിൽ ഇപ്പോൾ കൈവന്നിരിക്കുന്ന ഈശോയുടെ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയാണ് മർക്കോസ് ഇവിടെ ആവർത്തിച്ച് അല്ലെങ്കിൽ അടിവരയിട്ട് പറയുന്നത്. അപ്പൊ ഈ ദൈവരാജ്യത്തിന് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കണമെന്നും അതിനുവേണ്ടി കാത്തിരിക്കണമെന്നും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചുകൊണ്ട് ആ ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്നുള്ള ഒരു വലിയൊരു പ്രബോധനമാണ് നമുക്ക് ഈ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇനി മറ്റ് സുവിശേഷങ്ങളുള്ളതുപോലെ ഇപ്പം ലൂക്കായുടെ സുവിശേഷത്തിലൊക്കെ വളരെ നീണ്ട പ്രഭാഷണങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. മത്തായിയുടെ സുവിശേഷത്തിൽ വളരെയധികം നീണ്ട പ്രഭാഷണങ്ങളുണ്ട്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെയധികം തർക്കങ്ങളും സംഭാഷണങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇതിനകത്ത് പ്രബോധനങ്ങളെക്കാൾ കൂടുതലായിട്ട് ഈശോയുടെ പ്രവൃത്തികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളെ മർക്കോസ് ഇവിടെ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞ കാര്യങ്ങൾ വളരെ കുറച്ച് വരുന്നുള്ളൂ. പിന്നീട് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈശോയുടെ സഹനവും മരണവുമാണ് അവിടെ കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നത്. അതായത് മർക്കോസിന്റെ സുവിശേഷം അവതരിപ്പിക്കുന്ന ഈശോ പ്രവർത്തികളുടെ ഈശോയാണ്. അവിടെ പ്രബോധനങ്ങൾ അല്ലെങ്കിൽ വചനങ്ങൾ വളരെ മിനിമം മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രവർത്തികളിലൂടെ തൻ്റെ ദൈവപുത്രത്വം സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്ന, ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ശിഷ്യന്മാരെ നയിക്കുന്ന ഒരു സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഈ സുവിശേഷം ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിലൂടെ വളരെ മനോഹരമായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തു പോയിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഗലീലയിലെ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും അവിടെ ഈശോ നടത്തുന്ന അത്ഭുതങ്ങളെക്കുറിച്ച്, അത്ഭുതങ്ങളിലൂടെ ഈശോ ശിഷ്യന്മാരെയും ജനത്തെയും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ഈ സുവിശേഷം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഈശോയ്ക്കെതിരെയുള്ള ഒരു എതിർപ്പ് ഫരിസേയരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈശോ സഞ്ചരിക്കുന്നത് മരണത്തിലേക്കാണ്. സുവിശേഷത്തിന്റെ പകുതി 8-ാമത്തെ അധ്യായമൊക്കെ ആകുമ്പോഴേക്കും ഈ മരണത്തിലേക്കുള്ള ആ യാത്ര അതിന്റെ പൂർണ്ണതയിൽ അപ്പൊ മരണം വളരെ വ്യക്തമായിട്ട് മാറുകയാണ്. പിന്നെ ഈശോ പറയുന്നതെല്ലാം തന്നെ മരണത്തെക്കുറിച്ചും സഹനത്തെക്കുറിച്ചും ഒക്കെയാണ് ശിഷ്യന്മാരെ കൂടുതലായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ ശിഷ്യന്മാരെ ഒരു കൃത്യമായ ഒരു പ്രൊജക്റ്റോടുകൂടി ആദ്യം ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, അത്ഭുതങ്ങൾ ശിഷ്യന്മാരെ കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം പരസ്യ ജീവിതത്തിന്റെ ഏതാണ്ട് പകുതിയാകുമ്പോഴേക്കും ഗലീലയിലെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഈശോയുടെ പ്രബോധനത്തിന്റെ മുഴുവൻ ഫോക്കസ് സഹന മരണങ്ങളായി മാറുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഈശോ ഈ സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയൊരു കാഴ്ചപ്പാട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ഈശോ എപ്പോഴും ഇവിടെ പറയുന്നത് സബദിപുത്രന്മാർക്ക് നൽകുന്ന സബദിപുത്രന്മാർ സ്ഥാനത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്, നിന്റെ വലത്തും ഇടത്തും ഞങ്ങൾക്ക് ഇരിക്കണം. അപ്പോൾ ഈശോ പറയുകയാണ് വലത്തും ഇടത്തും ഇരിക്കേണ്ടത് 10-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ. വലത്തും ഇടത്തും ഇരിക്കാനുള്ള അധികാരം അത് പിതാവ് ആർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കുമെന്ന് യാക്കോബ് യോഹന്നാനും പറയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ അവിടെ ഈശോ പറയുകയാണ്, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കും. കാരണം മനുഷ്യപുത്രം ഇരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചന ദ്രവ്യമായിട്ട് നൽകാനും അത്രേ. അപ്പൊ തൻ്റെ ജീവിതത്തിലൂടെ ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ പ്രബോധനത്തിന്റെ മുഴുവൻ അതിന്റെ മുഴുവൻ എംഫസിസ്, അതിന്റെ കോർ അതെല്ലാം കുരിശിലും സഹനത്തിലും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ആത്മദാനത്തിലുമാണ്. ഇനി ഈശോ ഇങ്ങനെ പറയുമ്പോഴെല്ലാം ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ശിഷ്യന്മാരെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി ശിഷ്യന്മാരുടെ ഈ അജ്ഞതയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അതിനുശേഷം ഒരു മനോഹരമായിട്ടുള്ള ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പരിവർത്തനം വരുമെന്നുള്ള ഒരു ഹോപ്പ് മർക്കോസ് എപ്പോഴും നൽകുന്ന നമുക്ക് കാണാം. അപ്പൊ ഇവിടെ ശിഷ്യന്മാർക്ക് സെബദീപുത്രന്മാര്
ഈശോ പീഡാസഹനത്തെക്കുറിച്ച് മൂന്നാമത് പ്രവചനം നടത്തി കഴിയുമ്പോഴാണ് സെബദി പുത്രന്മാര് ഈശോയുടെ അടുത്ത് വന്ന് വലത്തും ഇടത്തും ഇരിക്കാനായിട്ടുള്ള അവകാശം ചോദിക്കുന്നത്. അതായത് സഹന മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റാതെ സ്ഥാനത്തിനു വേണ്ടി സെബദി പുത്രന്മാർ ചോദിക്കുകയാണ്. ഇനി ഇതിന് ശേഷം വരുന്ന കാര്യം 46 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ ജെറീക്കോയിൽ വെച്ച് ഒരു അന്ധനെ സുഖപ്പെടുത്തുന്ന കാര്യമാണ് വിവരിക്കുന്നത്. അത് ഇവിടെ വളരെ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ ശിഷ്യന്മാര് ഈശോ പറയുന്നത് മനസ്സിലാക്കുന്നില്ല. അവര് സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുകയാണ്. ഈ അന്ധനെ സുഖപ്പെടുത്തിക്കൊണ്ട് ഈശോ സുവിശേഷം നമ്മളോട് പറയുകയാണ്, ഈ അന്ധന് കണ്ണിന് കാഴ്ച കിട്ടി, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ഈശോയെ അനുഗമിച്ചതുപോലെ ഇപ്പോൾ അന്ധതയിലായിരിക്കുന്ന, അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്ന ഈ ശിഷ്യന്മാര് അവരുടെ കണ്ണുകൾ ഈശോ തുറക്കുകയും ഈശോയെ അവർ അനുഗമിക്കുകയും ചെയ്യും. അപ്പോഴെപ്പോഴും ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ശിഷ്യന്മാരെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് കാഴ്ചപ്പാട് നമുക്ക് സുവിശേഷത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിലും ഈ നെഗറ്റിവിറ്റിക്കിടയിലും പോസിറ്റിവിറ്റി സുവിശേഷകൻ തിരികെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എപ്പോഴും ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ഒരു വലിയൊരു പ്രതീക്ഷയിലേക്ക് ഈ സുവിശേഷം നമ്മളെ നയിക്കുകയാണ്. ഇനി പരാജയപ്പെടുന്ന ശിഷ്യത്വത്തെക്കുറിച്ചൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, 16-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ സുവിശേഷകൻ വായനക്കാരനോട് അല്ലെങ്കിൽ കേൾവിക്കാരനോട് ചോദിക്കുകയാണ്, നിനക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് സാധിക്കുമോ? അതോ നീയും പേടിച്ചിരുന്ന് പരാജയപ്പെടുമോ? അപ്പം ഒരു പരാജയപ്പെട്ട ശിഷ്യത്വം നമ്മുടെ ഭാഗത്തു നിന്ന് സുവിശേഷകന് ആവശ്യമില്ല. അതായത് ഈ പരാജയപ്പെടുന്ന ശിഷ്യത്വത്തെ എന്തുകൊണ്ടാണ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്? നാം സ്വീകരിക്കാൻ പോകുന്ന ശിഷ്യത്വത്തെ വിജയിപ്പിക്കാൻ വേണ്ടി. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുക്കപ്പെട്ട 12 അപ്പസ്തോലന്മാര് പരാജയപ്പെടുമ്പോൾ ഈശോയെ ശുശ്രൂഷിക്കുന്ന മറ്റ് പല വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ഈ അന്ധൻ, അവൻ 10-ാം അധ്യായം 52-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, തത്ക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ എന്താണ് ചെയ്തത്? അവൻ ക്രിസ്തുവിനെ അനുഗമിച്ചു. അതായത് കാഴ്ച ലഭിച്ച അന്ധൻ ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ്. അതായത് ഈ 12 അപ്പസ്തോലന്മാര് പരാജയപ്പെടുന്നുണ്ടെങ്കിലും ഈ സുവിശേഷം പ്രഘോഷിക്കുന്ന മറ്റ് പല വ്യക്തികളും അവർ ഈശോയെ അനുഗമിക്കുകയാണ്, ഈശോയെ ശുശ്രൂഷിക്കുകയാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണം, വിധവ, കാണിക്കയിടുന്ന വിധവ, 12-ാം അധ്യായം 41 എന്നുള്ള തിരുവചനങ്ങളിൽ ഈ വിധവ അവള് തനിക്കുള്ളതെല്ലാം, തൻ്റെ ഉപജീവനത്തിലുള്ള മാർഗം പോലും ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുകയാണ്. അതായത് തനിക്കുള്ളത് മുഴുവൻ വ്യയം ചെയ്തുകൊണ്ട് ആ വിധവ ഒരു ക്രിസ്തു ശിഷ്യയായിട്ട് മാറുകയാണ്. അതായത് സുവിശേഷത്തിലെ ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള തങ്ങളുടെ എതിർപ്പ് പ്രകടമാക്കുന്നു. നിയമജനം വരിച്ചവരൊക്കെ അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ 2 സാധ്യത നമുക്ക് മുമ്പിലേക്ക് വെച്ച് തരികയാണ്. നീ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നോ അതോ നീ ക്രിസ്തുവിനെ എതിർക്കുന്നോ? ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ കഥാപാത്രങ്ങളെ പോലെ ക്രിസ്തുവിന് വേണ്ടി നിന്റെ ജീവിതം വ്യയം ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇനി നിനക്ക് ബലഹീനത, ശിഷ്യന്മാരെ പരാജയപ്പെട്ടല്ലോ, നീ പരാജയപ്പെടുന്നുണ്ടെങ്കിലും നിനക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം, അതിൽ നിലനിന്നുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കാൻ നിനക്ക് സാധിക്കുമോ? അങ്ങനെ ഒടുവിൽ ക്രിസ്തു ജീവൻ കുരിശിൽ ബലിയർപ്പിച്ചതുപോലെ നിനക്ക് നിന്റെ ജീവിതം കുരിശിൽ ബലിയർപ്പിക്കാനായിട്ട് സാധിക്കുമോ? അങ്ങനെ നിനക്ക് ഒരു സുവിശേഷമായിട്ട് മാറാനായിട്ട് സാധിക്കുമോ? അപ്പൊ ഇങ്ങനെ വളരെ ക്രിയാത്മകമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ് സുവിശേഷകൻ ഈ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുന്നത്. അപ്പം മർക്കോസിന്റെ സുവിശേഷം സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറിയ സുവിശേഷമാണ്. പക്ഷേ ഇത് നമുക്ക് തരുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ക്രിസ്തു എന്ന വ്യക്തിയെ ഇത് ചിത്രീകരിക്കുന്നുണ്ട്. അത് വളരെ മനോഹരമായിട്ട് ദൈവപുത്രനും മനുഷ്യനുമായിട്ടുള്ള ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി ഈ ക്രിസ്തുവിന് ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, സുവിശേഷത്തിലുടനീളം ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ മനോഹരമാണ്. അപ്പം ഇതിനകത്ത് ക്രിസ്തു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. ക്രിസ്തോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അത് വരുന്നത്. ഈ ഗ്രീക്ക് പദം എന്ന് പറയുന്നത് മഷിയാഹ് എന്ന് പറയുന്ന, ഇത് മിശിഹ എന്ന് പറയുന്ന ഹീബ്രു പദത്തിന്റെ തർജ്ജമയാണ്. അതിനർത്ഥം അനോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ ചിലപ്പോൾ വസ്തുക്കളെ ദൈവത്തിന് വേണ്ടി അഭിഷേകം ചെയ്ത് മാറ്റിവെക്കും. പാത്രങ്ങളാകാം, അല്ലെങ്കിൽ ബലിപീഠമാകാം. ഇങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ടത് പിന്നെ ദൈവത്തിന് വേണ്ടി മാത്രമാണ്.
വ്യക്തികളെ അഭിഷേകം ചെയ്ത് മാറ്റിവെച്ചു. രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കും, അല്ലെങ്കിൽ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്ത് മാറ്റിവെക്കും. അതായത് അഭിഷേചിക്കപ്പെട്ട വ്യക്തികൾ അവർ പിന്നെ ദൈവത്തിൻ്റെത് മാത്രമാണ്, ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് മാറ്റിവെക്കുകയാണ്. അപ്പം മിശിഹ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, ദൈവത്തിന് വേണ്ടിയുള്ളവനാണ്. അവൻ ദൈവത്തിലേക്ക് മനുഷ്യരെ മുഴുവൻ കൊണ്ടുവരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ ദൈവത്തിന് വേണ്ടി ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് ലോകത്തിലേക്ക് അയക്കപ്പെട്ട ഈ ക്രിസ്തുവാണ് ദൈവരാജ്യം സമാഗതമാക്കാനായി, അല്ലെങ്കിൽ ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി. ഇനി എങ്ങനെയാണ് ഇവൻ ഈ ദൈവപുത്രൻ അവൻ ദൈവരാജ്യം സ്ഥാപിക്കുന്നത്? കുരിശിൽ മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത് മരിച്ചുകൊണ്ടാണ് അവൻ തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റാണ് നമുക്ക് സുവിശേഷത്തിൽ ലഭിക്കുന്നത്. പിന്നെ ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് മനുഷ്യപുത്രൻ എന്ന് പറയുന്ന വാക്കാണ്. മാർക്കോസിന്റെ സുവിശേഷം ഏതാണ്ട് 14 തവണ ഈ മനുഷ്യപുത്രൻ എന്ന് പറയുന്ന ഈ അഭിസംബോധന ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈശോ തന്നെക്കുറിച്ച് തന്നെ പറയാനായിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എപ്പോഴാണ് ഈശോ മനുഷ്യപുത്രൻ എന്ന് പറയുന്ന ഈ അഭിസംബോധന ഉപയോഗിക്കുന്നത്? അത് സഹന മരണങ്ങളിലൂടെ കടന്നു പോകുന്ന തന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈശോ ഉപയോഗിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ത്യവിധിക്കായിട്ട് വരുന്ന തന്നെക്കുറിച്ച് പറയാനായിട്ടാണ് ഈശോ ഉപയോഗിക്കുന്നത്. അപ്പൊ സഹന മരണങ്ങളെക്കുറിച്ച് തന്നെക്കുറിച്ച് പറയുമ്പോൾ ഈശോ തന്നെ അവതരിപ്പിക്കുന്നത് ഏശയ്യാ പ്രവാചകൻ അവതരിപ്പിക്കുന്ന സഹനദാസനായിട്ടാണ്. അതുപോലെ അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോൾ അത് ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പുരാതനെ പോലെ തോന്നപ്പെടുന്ന എല്ലാ അധികാരങ്ങളും നൽകപ്പെട്ട മനുഷ്യപുത്രനെ പോലെ ഒരുവൻ. അപ്പൊ അതിനോട് കണക്ട് ചെയ്തുകൊണ്ടാണ്, അതായത് മനുഷ്യപുത്രൻ എന്ന വാക്ക് തനിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈശോ പറയുകയാണ് യേശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സഹനദാസനാണ് താൻ. അതുപോലെ ദാനിയേലിന്റെ പ്രവചനത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യപുത്രൻ, വിധിക്കാനായിട്ട് വരുന്ന മനുഷ്യപുത്രനാണ് താൻ. അപ്പം ദൈവികമായിട്ടുള്ള തൻ്റെ ഈ ദൗത്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ കർത്താവേ എന്നുള്ള വാക്ക് ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ദാവീദിന്റെ പുത്രൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദാവീദിന്റെ പുത്രൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ റബ്ബി, ടീച്ചർ, ദിദാസ്കലോസ്, അതായത് ഗുരു എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ ടീച്ചർ, അധ്യാപകൻ എന്നുള്ള ഒരു വാക്ക്, അത് തിരുവചനങ്ങൾ പഠിപ്പിക്കുന്ന മിശിഹ പഠിപ്പിക്കുകയും അതുപോലെ നയിക്കുകയും അതുപോലെ വിശദീകരിക്കുകയും ചെയ്യും. അപ്പം മിശിഹായുടെ ദൗത്യത്തിന്റെ ഒരു പ്രത്യേകത കൂടിയായിരുന്നു, ദൈവജനത്തെ അവൻ പഠിപ്പിക്കും. അവൻ പുതിയ മോശയായിരിക്കും. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ മോശയെ പോലെ മറ്റൊരു പ്രവാചകനെ നൽകും, അവനായിരിക്കും മിശിഹ എന്ന് പറയുന്നുണ്ട്. അപ്പം മോശ ജനത്തെ പഠിപ്പിച്ചവനാണ്. അപ്പം മോശയെ പോലെ ഈ മിശിഹ ജനത്തെ പഠിപ്പിക്കും. അപ്പം അങ്ങനെ പഴയ നിയമം മിശിഹായെ കുറിച്ച് എന്തൊക്കെ സ്വപ്നം കണ്ടിരുന്നു അല്ലെങ്കിൽ വിഭാവനം ചെയ്തിരുന്നു, അതെല്ലാം ക്രിസ്തുവിൽ പൂർത്തിയായി എന്നുള്ള വലിയൊരു കാഴ്ചപ്പാടാണ് നമുക്ക് ഈ സുവിശേഷത്തിലൂടെ ലഭിക്കുന്നത്. ഇതാണ് ഈ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചും ഘടനയെക്കുറിച്ചും ഇതിൻ്റെ സന്ദേശത്തെക്കുറിച്ചും ഒക്കെ വളരെ ചുരുക്കമായിട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ളത്.